സ്ക്രീൻ കാണാലോ. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് PHP. ഓക്കെ അല്ലേ അവന്തിക? യെസ് മിസ്, ഓക്കെ ആണ്. ഓക്കെ. അപ്പോ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ക്ലയന്റ് സൈഡ് ലാംഗ്വേജ്, സെർവർ സൈഡ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ വെബ് ഡിസൈനിങ് യൂസിങ് HTML എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പൊ അതില് PHP മാത്രം നമ്മൾ എടുത്ത് പഠിക്കുകയാണ്. PHP മാത്രം, എങ്ങനെയാണ് PHP കോഡ് എഴുതുക, അതുപോലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ചാപ്റ്ററില് ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ, അതായത് വെബ് ഡിസൈനിങ് യൂസിങ് HTML ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് PHP എന്താ, ജാവ സ്ക്രിപ്റ്റ് എന്താ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് PHP. PHP എന്ന് പറയുന്നത് ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. എന്താണ് PHP? ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. എന്തിനാണ് PHP യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആരെ യൂസ് ചെയ്യുന്നത്? PHP എന്ന് പറയുന്ന ലാംഗ്വേജിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഡൈനാമിക് വെബ് പേജ് എന്ന് വെച്ചാല്, അതായത് നമ്മളിപ്പോ സിസ്റ്റത്തില് നമ്മൾ അന്ന് പറഞ്ഞു സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിരിക്കും. അതായത് നമ്മളുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ, ആ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിലെ കണ്ടന്റ് എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. പക്ഷെ ഡൈനാമിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോഴുള്ളതായിരിക്കില്ല ജവാദ് ഓപ്പൺ ചെയ്യുമ്പോഴുള്ളതായിരിക്കില്ല അവന്തിക ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഇപ്പൊ ഒരു റിസൾട്ടിന്റെ കേസ് നോക്കുകയാണെങ്കിൽ, നമ്മുടെ 10th അല്ലെങ്കിൽ +1 റിസൾട്ടിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഓരോ പേജും എന്താണ്? ഡിഫറെന്റ് പേജസ് ആണ്. ഓക്കെ, ആൾക്കാർ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്, അതായത് സ്റ്റാറ്റിക് അല്ല, ഫിക്സഡ് അല്ല. ഓക്കെ, അതുപോലത്തെ പേജസിനെയാണ് ഡൈനാമിക് വെബ് പേജസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ഏത്? PHP എന്ന് പറയുന്നത്. ഓക്കെ, PHPന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് വെച്ചാൽ ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസർ. എന്താണ് PHPയുടെ എക്സ്പാൻഷൻ? ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസർ. ഓക്കെ, ദെൻ അതേപോലെ തന്നെ PHP എന്ന് പറയുന്നത് ഒരു ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. ഇന്റർപ്രറ്റർ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പണ്ട്, കമ്പൈലർ, ഇന്റർപ്രറ്റർ. കമ്പൈലർ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കോഡിനെയും ലൈൻ ബൈ ലൈൻ ആയിട്ട് ഒരുമിച്ച് റൺ ചെയ്യുന്നു, അതായത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ കോഡിനെ, നമ്മളൊരു പ്രോഗ്രാമിൽ എഴുതുന്ന കോഡിനെ 1 by 1 ആയിട്ട്, ലൈൻ ബൈ ലൈൻ ആയിട്ട് റീഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. 1 by 1 ആയിട്ട് നമ്മളുടെ കോഡിനെ എന്ത് ചെയ്യുന്നു? റൈറ്റ് ചെയ്യുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ PHP എന്ന് പറയുന്നത് ഒരു ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. PHP എന്ന് പറയുന്നത് എംബഡഡ് ഇൻ HTML, അതായത് PHP കോഡ് നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? HTMLന്റെ ഫയലിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? PHPന്റെ കോഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, PHPന്റെ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ HTMLന്റെ ഫയൽസിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് PHP എന്ന് പറയുന്നത് ഒരു ഓപ്പൺ പറയുന്നത് ലാംഗ്വേജ് ആണ്. ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിനെയാണ് നമ്മൾ ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അത്തരം ഒരു ലാംഗ്വേജിനെയാണ് ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ PHP എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് ആണ്. പിന്നെ
PHP സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഡാറ്റാബേസ് ഉണ്ട്. ഏതാന്ന് വെച്ചാല് MySQL എന്ന് പറയുന്നത് PHP സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് ആണ്. അപ്പം അങ്ങനെ MySQL പോലുള്ള ഡാറ്റാബേസ് PHP സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ലാർജ് വെബ്സൈറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? PHP യൂസ് ചെയ്യുന്നു. നമ്മൾ കേട്ടിട്ടില്ലേ PHP ഡെവലപ്പർ, പൈത്തൺ ഡെവലപ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ലാർജ് വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ലാംഗ്വേജ് യൂസ് ചെയ്യാം. എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? MySQL പോലുള്ള വെബ്സൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഈ PHP സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ലാർജ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ PHP യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് PHP യൂസ് ചെയ്തതുകൊണ്ടുള്ള ബെനഫിറ്റ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമുക്ക് ലാർജ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? PHP യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്തുകൊണ്ടാണ് ലാർജ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? MySQL പോലുള്ള ഡാറ്റാബേസിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ കോഡ് എന്ന് പറയുന്നത്, PHPന്റെ കോഡ് എന്ന് പറയുന്നത് സെർവറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? PHPന്റെ കോഡ് സെർവറിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്, കുറച്ചും കൂടി സെക്യൂർ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. PHPന്റെ കോഡ് വർക്ക് ചെയ്യുന്നത് സെർവറിലാണ്, അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ സെക്യൂർ ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഈ PHP പഠിക്കാൻ വേണ്ടി കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ലേൺ ചെയ്തെടുക്കാം. ഫ്രീ ആയിട്ടാണ് നമുക്ക് ഇത്. പ്രത്യേകിച്ച് പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രീ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ വേറെ നമ്മളുടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെയൊക്കെ എടുത്ത് നോക്കുമ്പം ഇതെന്താണ്, കുറച്ചും കൂടി സ്പീഡാണ്, കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത്. PHPന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഫാസ്റ്റർ ആണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ PHP എന്ന് പറയുന്നത് നമുക്ക് ഏതെല്ലാം പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാം? ലിനക്സിൽ വർക്ക് ചെയ്യാം, വിൻഡോസിൽ വർക്ക് ചെയ്യാം, യുനിക്സിൽ വർക്ക് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും, ഓൾമോസ്റ്റ് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഏത് വർക്ക് ചെയ്യും? PHP വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇത് ഒരുപാട് സെക്യൂരിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്രയും സെക്യൂർ ആണ് PHP എന്നാണ് പറയുന്നത്. ദെൻ ഈ PHPയിൽ നമ്മൾ എഴുതുന്ന പ്രോഗ്രാംസ് ഒന്നും നമ്മുടെ ബ്രൗസറിനെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബ്രൗസറിനെ ഡിപ്പെൻഡ് ചെയ്യാതെയാണ് നമ്മളുടെ എന്ത് വർക്ക് ചെയ്യുന്നത്? PHP പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ബെനിഫിറ്റ് ചോദിച്ചു. അതേപോലെ PHP എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലയന്റ് സൈഡ് വെബ് ഡിസൈനിങ് യൂസിങ് HTML എന്ന് പറയുന്ന ചാപ്റ്ററിൽ PHP എന്താണെന്ന് ചോദിച്ചാലും നിങ്ങൾ ഇവിടെ കാണുന്ന അതേ പോയിന്റ് തന്നെ എഴുതി കൊടുത്താൽ മതി. പിന്നെ ബെനിഫിറ്റ് ചോദിച്ചാലും ഏതെങ്കിലും ഒരു 4 ബെനിഫിറ്റ് എന്തായാലും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ബേസിക്സ് ഓഫ് PHP എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു PHPനെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഓക്കെ, അപ്പം ഈ PHP വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു വെബ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ആവശ്യമാണ്. ഫസ്റ്റ് എന്താ നമുക്ക് ആവശ്യമുള്ളത്? ഒരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്യണം. PHP വർക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് സെറ്റ് ചെയ്യണം? ഒരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്യണം. ഓക്കെ, ഒരു വെബ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ PHPനെ സപ്പോർട്ട് ചെയ്യുന്ന വെബ് സെർവറും അതേപോലെ തന്നെ ഇന്റർപ്രറ്ററും നമുക്ക് ആവശ്യമുണ്ട്. എന്തൊക്കെ ആവശ്യമുണ്ട്? ഒരു വെബ് സെർവറും ആവശ്യമുണ്ട്, ഇന്റർപ്രറ്ററും ആവശ്യമുണ്ട്. ഓക്കെ, ഈ വെബ് സെർവറും ഇന്റർപ്രറ്ററും ആരെ സപ്പോർട്ട് ചെയ്യണം? PHPനെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഈ വെബ് സെർവർ, ഡാറ്റാബേസ്, ഈ സാധനങ്ങളൊക്കെ ഇല്ലേ? PHPനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഈ വെബ് സെർവർ, ഡാറ്റാബേസ്, ഇതൊക്കെ നമുക്ക് എവിടെയാണ് ഉണ്ടാവുക? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാമ്പ്, ലാമ്പ്, XAMPP എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പാക്കേജസിലാണ് PHPനെ സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റാബേസും വെബ് സെർവറും ഒക്കെ ഉണ്ടാവുക. ഓക്കെ, ഈ വാമ്പിലാണ് വിൻഡോസ്, അപ്പാച്ചെ, MySQL, PHP എന്ന് പറയുന്ന സാധനങ്ങൾ ഉണ്ടാവുക. അപ്പം ഈ MySQL ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? PHPയിൽ
ലാർജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആരാവശ്യം വേണം? ഈ MySQL ആവശ്യം വേണം. അപ്പം ഇത്രയുമാണ് ഒരു PHP എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ റൈറ്റിംഗ് ദ കോഡ് ആൻഡ് റണ്ണിങ് ദ സ്ക്രിപ്റ്റ്. ഓക്കെ, അപ്പം PHP നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കോഡ് എഴുതാൻ വേണ്ടി പോകുന്നത്? PHPയിൽ നമ്മൾ എഴുതുന്നത് സ്ക്രിപ്റ്റ് ആണ്. ആ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് എഴുതാൻ വേണ്ടി പോകുന്നത്? ഓക്കെ, അപ്പൊ PHPയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ട് പ്ലെയിൻ ടെക്സ്റ്റിലാണ് എഴുതുന്നത്. നോർമൽ നമ്മളുടെ ടെക്സ്റ്റിലായിട്ടാണ്, പ്ലെയിൻ ടെക്സ്റ്റിലായിട്ടാണ് എന്ത് എഴുതുന്നത്? PHPയുടെ കോഡ് എഴുതുന്നത്. ഓക്കെ, അപ്പം നോർമൽ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? പ്രിന്റ് എന്നല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ലേ? പ്രിന്റ് അല്ല, സി ഔട്ട്, എന്റർ എ നമ്പർ, ഇതുപോലെ നമ്മൾ കൊടുക്കുന്നില്ലേ? ഇതേപോലെ ടെക്സ്റ്റ് ആയിട്ട് തന്നെയാണ് PHPയിലും എന്തെഴുതുന്നത്? കോഡ് എഴുതുന്നത്. ഓക്കെ, ഇനി അങ്ങനെ PHPയിൽ എഴുതുന്ന കോഡ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ്, PHPയിൽ എഴുതുന്നതിന് നമ്മൾ സ്ക്രിപ്റ്റ് എന്നാണ് പറയാ. HTML എഴുതുമ്പോൾ നമ്മൾ കോഡ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ പഠിച്ചു MySQL ഉള്ളതിനെ query എന്ന് പറയുന്നു. അതേപോലെ PHPയിൽ ഉള്ളതിന് നമ്മൾ എന്തെന്ന് പറയും? സ്ക്രിപ്റ്റ് എന്ന് പറയും. അപ്പൊ PHPയിൽ എഴുതുന്ന സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്ക്രിപ്റ്റ് ടാഗ്, ഇതുപോലൊരു ടാഗ്, PHPന്റെ ടാഗ് ഓപ്പൺ ചെയ്യും. ഓക്കെ, ഈ ടാഗിന്റെ ഉള്ളിലാണ് നമ്മളുടെ കോഡ് എഴുതുക. അതിനുശേഷം ലാസ്റ്റ് എന്ത് ചെയ്യും? ഈ ടാഗ് ക്ലോസ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു PHPയിൽ കോഡ് എഴുതുന്നത്. ഓക്കെ, ഇനി ഈ PHPയിലുള്ള കോഡൊക്കെ നമ്മൾ സേവ് ചെയ്യുന്നത് എങ്ങനെയാണ്? .php എന്ന് പറയുന്ന എക്സ്റ്റൻഷനിലാണ്. .php എന്ന് പറയുന്ന എക്സ്റ്റൻഷനിലാണ് എന്ത് സേവ് ചെയ്യുന്നത്? ഈ കോഡൊക്കെ സേവ് ചെയ്യുന്നത്. ഓക്കെ, ഈ സ്ക്രിപ്റ്റ് ഒക്കെ സേവ് ചെയ്യുന്നത്. ഇനി ഈ PHPയിലുള്ള ഫയൽസ് ഒക്കെ നമ്മളുടെ വെബ് സെർവറിന്റെ എവിടെയാണ് ഉണ്ടാവുക? റൂട്ട് ഡയറക്ടറിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? സേവ് ചെയ്ത് വെക്കാം. PHPയിലുള്ള ഈ കോഡ്സ് ഒക്കെ നമ്മൾ എവിടെയാണ് സേവ് ചെയ്ത് വെക്കുക? നമ്മളുടെ വെബ് സെർവറിലുള്ള റൂട്ട് ഡയറക്ടറി, അതിലാണ് സേവ് ചെയ്ത് വെക്കുക. നമ്മളിപ്പോ ഫോണിന്റെ ഒക്കെ ഡയറക്ടറി എന്നൊക്കെ പറയുന്നില്ലേ? നമ്മുടെ കോണ്ടാക്ട് നമ്പേഴ്സ് ഒക്കെ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോണിൽ ഒരു സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ ഫോണൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളൊരു ഡയറി പോലത്തെ ഒരു വലിയ ബുക്ക് ഉണ്ടായിരുന്നു, അതിലാണ് കോണ്ടാക്ട് നമ്പർ ഒക്കെ എഴുതി വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ ഈ സ്ക്രിപ്റ്റ് കോഡിനെയൊക്കെ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഒരു റൂട്ട് ഡയറക്ടറിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എംബഡിങ് HTML ആൻഡ് PHP, കമന്റ്സ് ഇൻ PHP. എംബഡിങ് HTML ആൻഡ് PHP എന്ന് പറഞ്ഞാല് നമ്മുടെ PHP എന്ന് പറയുന്ന കോഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്. എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? HTMLന്റെ ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ HTML ടാഗ്സ് ഒക്കെ നമുക്ക് എവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും? PHPയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, HTMLന്റെ ടാഗ്സ് ഒക്കെ എവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ PHPന്റെ കോഡിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതേപോലെ തന്നെ കമന്റ്സ് PHPയിൽ എങ്ങനെയാണ് കമന്റ് ചെയ്യുക? കമന്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു കോഡ് എഴുതുകയാണ്, സി ഔട്ട് എന്റർ യുവർ നെയിം എന്നൊരു കോഡ് എഴുതാണ്. ഓക്കെ, അത് എനിക്ക് പിന്നീട് നോക്കുമ്പോൾ ഞാൻ ഇത് എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ സി ഔട്ട് A+B എന്ന് കൊടുത്തിട്ടുണ്ട്, അത് എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ അവിടെ എന്ത് ചെയ്യും? ജസ്റ്റ് ഹാഷോ സ്ലാഷോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് അവിടെ എന്ത് ചെയ്യും? ഈ കോഡ് ഇന്നതാണ് ഉദ്ദേശിച്ചത്, അഡീഷൻ ഓഫ് 2 നമ്പർ ആണ് ഉദ്ദേശിച്ചത് എന്ന് എഴുതി വെക്കും. ഓക്കെ, അതേപോലെ PHPയിൽ നമ്മൾ എങ്ങനെയാണ് കമന്റ് എഴുതുന്നത്? PHPയിൽ കമന്റ് എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളുടെ ഈ കോഡൊക്കെ നമുക്ക് ഈസി ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും നോക്കുമ്പം റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? കമന്റ്സ് ആണ്. ഓക്കെ, അപ്പം PHPയിൽ 2 ടൈപ്പ് കമന്റ്സ് ഉണ്ട്. ഒന്ന് സിംഗിൾ ലൈൻ കമന്റും ഒന്ന് മൾട്ടി ലൈൻ കമന്റും. ഓക്കെ, PHPയിൽ 2 ടൈപ്പ് കമന്റ് ഉണ്ട്. ഒന്ന് സിംഗിൾ ലൈൻ കമന്റും ഒന്ന് മൾട്ടി ലൈൻ കമന്റും. സിംഗിൾ ലൈൻ കമന്റ് എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ PHPയുടെ കോഡ് എഴുതുന്നു, എന്നിട്ട് // ഇവിടെ ഞാൻ എന്താണോ എന്റെ കമന്റ്, അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ്. ഓക്കെ, ദെൻ കമന്റ് ക്ലോസ് ചെയ്യുന്നു.
അപ്പം ഇതെന്ത് ചെയ്യില്ല, സിസ്റ്റം റീഡ് ചെയ്തെടുക്കൂല. അത് ആരാണോ യൂസർ അവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അതൊരിക്കലും സിസ്റ്റം എന്ത് ചെയ്യില്ല. അത് സിസ്റ്റം വായിച്ചാലും സിസ്റ്റത്തിന് മനസ്സിലാവും ആ സ്ലാഷ് സിമ്പിൾ ഇട്ടാല് അത് കമന്റ് ആണ്, നമ്മുടെ എക്സിക്യൂഷൻ ആവശ്യമുള്ളതല്ല എന്ന് സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെ സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം, സ്ലാഷ് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി അതാണ് സിംഗിൾ ലൈൻ കമന്റ്. രണ്ട് സ്ലാഷ് ഇട്ട് ഓപ്പണും ക്ലോസും ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാ, സിംഗിൾ ലൈൻ കമന്റ് എന്ന് പറയുന്നത്. ഇനി മൾട്ടി ലൈൻ കമന്റ് എന്ന് വെച്ചാൽ സ്ലാഷ് സ്റ്റാർ എന്താന്ന് വെച്ചാൽ എഴുതാ സ്റ്റാർ സ്ലാഷ്. ഇവിടെ ഇതാണ് മൾട്ടി ലൈൻ കമന്റ്. അതായത് ഒരു ലൈനിൽ എഴുതി വീണ്ടും അടുത്ത ലൈനിൽ എഴുതണം. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരുപാട് എഴുതാനുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് കമന്റ് യൂസ് ചെയ്യും, മൾട്ടി ലൈൻ കമന്റ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, PHP രണ്ട് ടൈപ്പ് കമന്റ് ആണുള്ളത്, സിംഗിൾ ലൈൻ കമന്റും മൾട്ടി ലൈൻ കമന്റും. എന്തിനാണ് ഈ കമന്റ് എന്ന് വെച്ചാൽ നമുക്ക് പ്രോഗ്രാം കോഡ് എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും ആ കോഡിന്റെ ഓരോ ലൈനും ഇന്നതാണ് മീൻ ചെയ്യുന്നത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, കമന്റ്സ് എന്ന് പറയുന്നത്. സിംഗിൾ ലൈൻ കമന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡബിൾ സ്ലാഷ്, ഓപ്പൺ ചെയ്യുന്നതും ഡബിൾ സ്ലാഷ്, ക്ലോസ് ചെയ്യുന്നതും ഡബിൾ സ്ലാഷ്. മൾട്ടി ലൈൻ കമന്റ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുന്നത് സ്ലാഷ് സ്റ്റാർ വെച്ചിട്ട്, ക്ലോസ് ചെയ്യുന്നത് സ്റ്റാർ സ്ലാഷ് വെച്ചിട്ട്. ഇതാണ് രണ്ട് കമന്റ്. ഓക്കെ, ദെൻ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്. എന്താണ് PHP ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്, എങ്ങനെയാണ് വരിക? ഓക്കെ, അതായത് നമ്മൾ സി പ്രോഗ്രാമിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് COUT യൂസ് ചെയ്യുന്നു. ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിട്ട് ആരെ യൂസ് ചെയ്യുന്നു, COUT യൂസ് ചെയ്യുന്നു. PHP നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്, എക്കോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് യൂസ് ചെയ്യുന്നത്, എക്കോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, പ്രിന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഒന്നിക്കൽ എക്കോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, പ്രിന്റ് യൂസ് ചെയ്യാം. ഈ എക്കോയും പ്രിന്റും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ PHP കണ്ടന്റ്സിനെ ഒക്കെ പുറത്തോട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. മോണിറ്ററിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണുന്ന കണ്ടന്റ്സ് ഒക്കെ ഏത് യൂസ് ചെയ്തിട്ടാണ്, എക്കോയോ പ്രിന്റോ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ദെൻ ഇനി നോക്കിക്കോ, നമ്മള് PHP എങ്ങനെയാണ് ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്, PHP എങ്ങനെയാണ് ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. അങ്ങനെ വാരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ആ വാരിയബിളിന്റെ മുന്നിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഡോളർ സിമ്പൽ യൂസ് ചെയ്യും. $A is equal to 10, $B is equal to 20, $sum is equal to $A plus $B. ഇങ്ങനെയാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, PHP ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, അല്ലാത്തടത്തൊക്കെ എങ്ങനെയാ ചെയ്യാ, A is equal to 10, B is equal to 20, sum is equal to A plus B. ഇങ്ങനെയാണ് വരിക അല്ലേ? പക്ഷേ PHP എങ്ങനെയാണ് ചെയ്യാ, ഡോളർ എന്ന് പറയുന്ന സിമ്പൽ യൂസ് ചെയ്തിട്ട് $A is equal to 10, $B is equal to 20, $sum is equal to A plus B. ഇങ്ങനെയാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുക, PHP വാരിയബിള് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാരിയബിള് ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, ഇനി ഈ വാരിയബിളിന്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് വെക്കാം. ഈ വാരിയബിളിന്റെ എന്ത് കണ്ടുപിടിക്കണം, ലെങ്ത് കണ്ടുപിടിക്കണം. അങ്ങനെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ ലെങ്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻ ആണ് var dump. ഓക്കെ, var dump. ഓക്കെ, ഞാനിപ്പോ ഇവിടെ എന്ത് ചെയ്യുന്നു, $A is equal to hello എന്ന് ഇൻപുട്ട് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, var dump of $A എന്ന് പറഞ്ഞാൽ $A എന്ന് പറയുന്ന വാരിയബിളിലുള്ള വാല്യൂ ആരാണോ ആ വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. $A എന്ന് പറയുന്ന വാരിയബിളിലുള്ള വാല്യൂ ആരാണോ ആ വാല്യൂവിനെ എന്ത് ചെയ്ത് കാണിക്കുക, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. വാല്യൂവിനെ അല്ല, വാല്യൂവിന്റെ ലെങ്ത്തിന്. ഓക്കെ,
അപ്പൊ നമുക്ക് ലെങ്ത്തും വരും വാല്യൂവും വരും. അപ്പൊ നമുക്ക് എന്ത് വരും? ആ var ഡംപില് അത് എന്ത് വാരിയബിൾ ആണ്? സ്ട്രിങ് ആണോ? സ്ട്രിങ് ആണെങ്കിൽ നമ്മളുടെ ഔട്ട്പുട്ടിൽ എന്ത് വരും? സ്ട്രിങ് ഓഫ് 6 ഹലോ, 6 എന്ന് പറഞ്ഞ ഇവിടെ മണ്ടേന്റെ ആണ്. സ്ട്രിങ് ഓഫ് 5 ഹലോ എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, ഇനിയിപ്പം var ഡംപിൽ ഉള്ളത് var ഡംപിൽ നമ്മൾ ചെയ്യാണ്. $A is equal to 10, $B is equal to 25.0. അപ്പം $sum is equal to $A plus $B. ഓക്കെ, ഇനി ഞാൻ ചെക്ക് ചെയ്യാണ് var dump of $sum. അപ്പൊ എന്റെ ഔട്ട്പുട്ടിൽ എന്തൊക്കെ വരും? ഫസ്റ്റ് ഇവിടെ $A പ്ലസ് $B ചെയ്താല് 10 പ്ലസ് 25.0 അല്ലേ വരിക? അതെന്താ വരിക? 35.0 ആണ്. എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യുക? സമ്മിൽ സ്റ്റോർ ചെയ്യുക. എന്തുകൊണ്ടാണ്? ഇവിടെ രണ്ടാമത്തെ വാല്യൂ ഫ്ലോട്ട് ആയതുകൊണ്ട് തന്നെ സമ്മിലോട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ എന്താവും? ഓട്ടോമാറ്റിക് ആയിട്ട് ആ വാല്യൂ, ഔട്ട്പുട്ടിലുള്ള വാല്യൂ ഫ്ലോട്ട് ആയിട്ട് മാറുമല്ലോ. അപ്പൊ 35.0 ആണ് എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? $sum സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി var dump of $sum എന്ന് പറഞ്ഞാല് എനിക്ക് അവിടെ എന്ത് വരും? ഫ്ലോട്ട് ഓഫ് എത്ര സൈസ് ഉണ്ട്? 1 2 3 4 35.0 എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇങ്ങനെയായിരിക്കും എനിക്ക് ഔട്ട്പുട്ട് വരാം. ഡാറ്റ ടൈപ്പ്, അതിന്റെ ടോട്ടൽ സൈസ് അല്ലെങ്കിൽ ലെങ്ത്, ദെൻ അതിന്റെ കൂടെ ആരും കൂടി വരും? അവിടെയുള്ള വാല്യൂവും കൂടി വരും. ഓക്കെ, അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതുപോലെ തന്നിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ. അതിന്റെ ഔട്ട്പുട്ട് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഇല്ലാതില്ല. ഓക്കെ, ദെൻ ഫണ്ടമെന്റൽസ് ഓഫ് PHP. അത് ഞാൻ പറഞ്ഞു. PHPയിൽ എങ്ങനെയാണ് ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്? $സൈൻ യൂസ് ചെയ്തിട്ട്, ഡോളർ എന്ന് പറയുന്ന സൈൻ യൂസ് ചെയ്തിട്ടാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. $A is equal to 5, $Y is equal to 10.5. അപ്പം ഡോളർ വാരിയബിൾ നെയിമിലോട്ടാണ് നമ്മൾ എന്ത് അസൈൻ ചെയ്ത് കൊടുക്കുക? വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ്, റൂൾസ് ഫോർ നെയിമിംഗ് വാരിയബിൾ ഇൻ PHP. നമ്മൾ ഐഡന്റിഫയേഴ്സിന്റെ റൂൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് മുന്നേ. എങ്ങനെയാണ് ഒരു C++ പ്രോഗ്രാമിൽ ഐഡന്റിഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? +1 പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ട്സ് വിത്ത് അണ്ടർസ്കോർ ഓർ ലെറ്റർ, അണ്ടർസ്കോർ ഓർ ക്യാരക്ടർ. അതേപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, അണ്ടർസ്കോർ ഒഴികെയുള്ള ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സും നമുക്ക് വാരിയബിൾ ഐഡന്റിഫയേഴ്സ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ കുറെ റൂൾസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ PHPയിലും നമുക്ക് എന്തുണ്ട്? കുറച്ച് നെയിമിംഗ് റൂൾസ് പഠിക്കാനുണ്ട്. വാരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നെയിമിംഗ് റൂൾസ് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് നെയിമിംഗ് റൂൾസ് നോക്കിക്കോ. ഫസ്റ്റ് തന്നെ പറയുന്നത് എ വാരിയബിൾ നെയിം സ്റ്റാർട്ട്സ് വിത്ത് ദ $സൈൻ. ഒരു വാരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏത് വെച്ചിട്ടാണ്? $സൈൻ വെച്ചിട്ടാണ്. അതിനുശേഷമാണ് വാരിയബിൾ നെയിം ഉണ്ടാവേണ്ടത്, അതായത് നെയിം ഉണ്ടാവേണ്ടത്. ഓക്കെ, ദെൻ അടുത്തത് പിന്നെന്താ പറഞ്ഞേക്കുന്നത്? എ വാരിയബിൾ നെയിംസ് മസ്റ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. ഈ വാരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒന്നിക്കൽ ലെറ്ററിലായിരിക്കണം അല്ലെങ്കിൽ അണ്ടർസ്കോറിലായിരിക്കണം. $_A എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ $A എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ $sum എന്ന് കൊടുക്കാം. അങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ വാരിയബിൾ നെയിം ഒരിക്കലും ഒരു നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഐഡന്റിഫയേഴ്സിന്റെ സെയിം നെയിമിംഗ് റൂൾ തന്നെയാ പറയുന്നത്. വാരിയബിൾസ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല? ഒരു നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. പിന്നെ അതേപോലെ തന്നെ ഈ വാരിയബിൾ നെയിമിൽ നമുക്ക് എന്തേ ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ? ആൽഫാന്യൂമറിക് ക്യാരക്ടേഴ്സ് മാത്രമേ ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അണ്ടർസ്കോർ, അതായത് നമ്പേഴ്സ് ഉണ്ടാവാം, ലെറ്റേഴ്സ് ഉണ്ടാവാം, അതേപോലെ തന്നെ അണ്ടർസ്കോർ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും അലൗഡ് അല്ല. നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്പർ വേറെ എവിടെയെങ്കിലും ആ ഒരു വാരിയബിൾ നെയിമിന്റെ എവിടെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല.
ഓക്കെ. അടുത്തത് പറയുന്നത് എന്താ, സ്പേസ്, അതേപോലെ തന്നെ കോമ, ക്വസ്റ്റ്യൻ മാർക്ക്, ഇതുപോലുള്ളതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല, വാരിയബിൾ നെയിമിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അതായത് അണ്ടർസ്കോർ ഒഴികെയുള്ള ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. പിന്നെ പറയുന്നത് ഈ ഒരു വാരിയബിൾ നെയിം എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. കേസ് സെൻസിറ്റീവ് എന്ന് വെച്ചാൽ അപ്പർ കേസിൽ സമ്മ് എന്ന് എഴുതിയാലും ലോവർ കേസിൽ സമ്മ് എന്ന് എഴുതിയാലും രണ്ടിനും എന്താണ്, രണ്ട് മീനിങ് ആണ്. C++ നമ്മൾ പഠിച്ചിട്ടുണ്ട്. C++ എന്ന് പറയുന്നത് പൈത്തൺ എന്ന് പറയുന്നത് ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. പക്ഷെ MySQL എന്ന് പറയുന്നത് എന്തല്ല, കേസ് സെൻസിറ്റീവ് അല്ല. കാരണം എന്താ, MySQL നമുക്ക് അപ്പർ കേസും ലോവർ കേസും ഒന്നും വിഷയമില്ല. അതേപോലെ തന്നെ PHP എന്ന് പറയുന്നതും എന്താണ്, ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. അവിടെ അപ്പർ കേസും ലോവർ കേസിനെയും രണ്ടിനെയും രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഈ ഒരു PHP-യിലുള്ള ഡാറ്റ ടൈപ്സ്, നമുക്ക് നോർമൽ C++-ലുള്ള ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് അറിയാം. അതേപോലെ തന്നെ PHP-യിലുള്ള ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്? മെയിൻ ആയിട്ട് PHP-യിലെ ഡാറ്റ ടൈപ്പിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോർ ഡാറ്റ ടൈപ്പ് ആൻഡ് സ്പെഷ്യൽ ഡാറ്റ ടൈപ്പ്. കോർ ഡാറ്റ ടൈപ്പിലാണ് ഇന്റീജർ, ഫ്ലോട്ട്, ബൂളിയൻ, സ്ട്രിങ് ഒക്കെ വരുന്നത്. കോർ ഡാറ്റ ടൈപ്പിലാണ് ഏതൊക്കെ വരുന്നത്, ഇന്റീജർ, ഫ്ലോട്ട്, ബൂളിയൻ, സ്ട്രിങ് ഒക്കെ വരുന്നത്. അതിൽ സ്പെഷ്യൽ ഡാറ്റ ടൈപ്പിലാണ് നള്ള്, അരേ, ഒബ്ജക്റ്റ്, റിസോഴ്സ് പോലുള്ള ഡാറ്റ ടൈപ്പ് വരുന്നത്. സ്പെഷ്യൽ ഡാറ്റ ടൈപ്പ് ആണ് ഏത്, നള്ള്, അരേ, ഒബ്ജക്റ്റ്, റിസോഴ്സ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ ടൈപ്പ് തരും, എന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അതില് കോർ ഡാറ്റ ടൈപ്പ് പറയുന്നത് ഫസ്റ്റ് ഇന്റീജേഴ്സ്. ഇന്റീജേഴ്സ് എന്ന് വെച്ചാൽ എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും, ഫ്രാക്ഷൻസോ ഡെസിമൽ പാർട്ടോ ഇല്ലാത്ത എല്ലാ പോസിറ്റീവ് നമ്പേഴ്സിനെയും നെഗറ്റീവ് നമ്പേഴ്സിനെയും നമുക്ക് എന്തെന്ന് പറയാം, ഇന്റീജേഴ്സ് എന്ന് പറയാം. ഫ്ലോട്ട് എന്ന് വെച്ചാൽ പോയിന്റ് വരുന്ന അല്ലെങ്കിൽ പ്രിസിഷൻ വരുന്ന എല്ലാ നമ്പേഴ്സിനെയും, പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, അവിടെ പ്രിസിഷൻ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോയിന്റ് വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ അത് ഏത് ഡാറ്റ ടൈപ്പിലാണ് വരിക, ഫ്ലോട്ടിലാണ് വരിക. ഇനി സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. സിംഗിൾ കോട്ടിലോ ഡബിൾ കോട്ടിലോ ഞാൻ കുറച്ച് ക്യാരക്ടേഴ്സിന്റെ കോമ്പിനേഷൻ എഴുതുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, സ്ട്രിങ് എന്ന് പറയാം. ഓക്കെ. ദെൻ ബൂളിയൻ എന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ട്രൂ ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, ഫോൾസ് ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ബൂളിയൻ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് റിട്ടേൺ ചെയ്യും, 1 റിട്ടേൺ ചെയ്യും. ഫോൾസ് ആണെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യും, 0 റിട്ടേൺ ചെയ്യും. അതാണ് ഏതിൽ വരുന്നത്, ബൂളിയൻ ഡാറ്റ ടൈപ്പിൽ വരുന്നത്. നെക്സ്റ്റ് സ്പെഷ്യൽ ഡാറ്റ ടൈപ്പ്. സ്പെഷ്യൽ ഡാറ്റ ടൈപ്പിൽ വരുന്നതാണ് ഏതൊക്കെ, നള്ള്, അരേ, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതിലെ അരയൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിച്ചതാണ്. ഫസ്റ്റ് നള്ള് എന്ന് പറഞ്ഞാൽ എന്താണ്, നള്ള് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു വാരിയബിളില് വാല്യൂ ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. വാല്യൂ ഒന്നും എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല, എംപ്റ്റി ആക്കി വെക്കാണ്. ജസ്റ്റ് $a നള്ള് എന്ന് കൊടുത്താൽ മതി. എനിക്കിവിടെ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും കൊടുക്കാനില്ല, പക്ഷെ എനിക്ക് വാരിയബിൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് $a നള്ള് എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യും. അതായത് ഒരു എംപ്റ്റി ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അങ്ങനെ എംപ്റ്റി ആണ് എന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് ആണ് ഏത്, നള്ള് എന്ന് പറയുന്നത്. ഇനി അരേ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ വാല്യൂസിനെ ഒരേ വാരിയബിളിൽ എനിക്ക് സ്റ്റോർ ചെയ്യണം. A = 1 2 3 4. ഓക്കെ. ഒരു 3-4 വാല്യൂസിനെ എനിക്ക് ഒരൊറ്റ സിംഗിൾ വാരിയബിളിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ അവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് ആണ് ഏത്, അരേ എന്ന് പറയുന്നത്. അരയിൽ നമുക്ക് മെയിൻ ആയിട്ട് 3 ടൈപ്പ് അരയാനുള്ളത്. ഇൻഡെക്സ്ഡ് അരേ ഉണ്ട്, അസോസിയേറ്റീവ് അരേ ഉണ്ട്, മൾട്ടി ഡയമെൻഷണൽ അരേ ഉണ്ട്. അതൊന്നും ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഇൻഡെക്സ്ഡ്, അസോസിയേറ്റഡ്, മൾട്ടി ഡയമെൻഷണൽ. ഓക്കെ. മൾട്ടിപ്പിൾ വാല്യൂസിനെ ഹോൾഡ് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, അരേ യൂസ് ചെയ്യുന്നത്. ഇനി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് ഒരു ഡാറ്റ ഉണ്ട്. ഓക്കെ. അത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ ഒരു ഡാറ്റേനെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്,
ഓക്കെ, അപ്പം ആ ഒരു സെറ്റ് ചെയ്യേണ്ട കാര്യം എങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഫങ്ഷൻസ് ഒക്കെ അടങ്ങിയതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഒബ്ജക്റ്റ് എന്ന് പറയാം. അതിനും വേറൊരു കാര്യം കൂടി പറയും. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡാറ്റയുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ന്യൂ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ന്യൂ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ഡാറ്റേനൊക്കെ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യേണ്ടത്, ആ ഫങ്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഒബ്ജക്റ്റ് എന്ന് പറയാ. ഓക്കെ, ദെൻ റിസോഴ്സ് എന്ന് പറഞ്ഞാല് നമ്മളുടെ ഫയൽസ്, ഡാറ്റാബേസിന്റെ കണക്ഷൻ, ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഫയൽസ്, ഡാറ്റാബേസിന്റെ കണക്ഷൻ, ഇതുപോലുള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫയൽസ്, ഡാറ്റാബേസ് ഇതുപോലുള്ള കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാരിയബിളിനെയാണ് റിസോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഫയലിന്റെ നെയിം കൊടുക്കുന്നു, HTML എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതേപോലെ ഫയൽസ്, ഡാറ്റാബേസ് കണക്ഷൻ ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു, സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഏത്, റിസോഴ്സസ് എന്ന് പറയുന്നത്. അതും എന്താണ്, ഒരു സ്പെഷ്യൽ ഡാറ്റ ടൈപ്പ് ആണ്. ഓക്കെ, ഇനി ഓപ്പറേറ്റേഴ്സ്, നമ്മൾ C++ൽ ഓപ്പറേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും കുറച്ച് ഓപ്പറേറ്റേഴ്സ് പഠിക്കാനുണ്ട്. ഫസ്റ്റത്തെ ഓപ്പറേറ്റേഴ്സ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്താ, ഒരു വാരിയബിളിലോട്ട് ഒരു വാല്യൂവിനെ അസൈൻ ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈക്വൽ ടു സൈൻ ആണ്. ആ ഈക്വൽ ടു സൈനിനെയാണ് നമ്മൾ എന്ത് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്, അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പം $A ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത് എന്താണ്, അസൈൻമെന്റ് ഓപ്പറേഷൻ. ആ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് അവിടെ എന്ത് എക്സ്പ്രഷൻ ആണോ നടക്കുന്നത് അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ, ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്ത് അവിടെ എന്ത് എക്സ്പ്രഷൻ ആണോ നടക്കുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം $A ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്ന ഈക്വൽ ടു സൈൻ ആണ് എന്ത് ഓപ്പറേറ്റർ, അസൈൻമെന്റ് ഓപ്പറേറ്റർ. ദെൻ റിലേഷണൽ ഓപ്പറേറ്റർ. റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ഓപ്പറേറ്റർ. ഏതെങ്കിലും രണ്ട് വാല്യൂവിനെ കമ്പയർ ചെയ്യാം. ഈക്വൽ ടു 5 ഈക്വൽ ടു 5 അല്ലെങ്കിൽ A ഈക്വൽ ടു B. ഓക്കെ, അതേപോലെ തന്നെ 5 നോട്ട് ഈക്വൽ ടു 3, 5 നോട്ട് ഈക്വൽ ടു 5, A നോട്ട് ഈക്വൽ ടു 5. അതേപോലെ ലെസ് ദാൻ, 5 ലെസ് ദാൻ 2, 5 ഗ്രേറ്റർ ദാൻ 2, 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇതേപോലെയുള്ള ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതൊക്കെയാണ് ഏത് ഓപ്പറേറ്ററിൽ വരിക, റിലേഷണൽ ഓപ്പറേറ്ററിൽ വരിക. ഇനി ലോജിക്കൽ ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ഏതൊക്കെയാണ്, ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. അതിന് യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ്, ലോജിക്കൽ ആൻഡ് ആണെങ്കിൽ 2 ആംബസൻഡ് സൈൻ യൂസ് ചെയ്യുന്നു, ലോജിക്കൽ ഓർ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നു, ലോജിക്കൽ നോട്ട് ആണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നു. ഇതാണ് ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ നോട്ട്, ലോജിക്കൽ ഓറിന്റെ സൈൻ. ലോജിക്കൽ ആൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്, 5 ലെസ് ദാൻ 5 ആൻഡ് 5 ഗ്രേറ്റർ ദാൻ 2. ഓക്കെ, അപ്പൊ ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ ലോജിക്കൽ ആൻഡില് നമുക്ക് ഔട്ട്പുട്ട് ട്രൂ കിട്ടുള്ളൂ. ലോജിക്കൽ ആൻഡില് ഇവിടെ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ, ട്രൂന്ന് കിട്ടുള്ളൂ. അപ്പം 5 ലെസ് ദാൻ 5 എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അപ്പം ഒന്ന് ഫോൾസും ഒന്ന് ട്രൂ ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. ഓക്കെ, പക്ഷെ ലോജിക്കൽ ഓർ ആണെങ്കിൽ, ലോജിക്കൽ ഓർ ആണെങ്കിൽ നമുക്ക് എന്തായാൽ മതി, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി, ഒന്ന് ഫോൾസ് ആയാലും ഒന്ന് ട്രൂ ആയാൽ മതി. അപ്പം തന്നെ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും, ട്രൂന്ന് കിട്ടും. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലോജിക്കൽ ഓറിൽ നമുക്ക് എന്ത് കിട്ടും, ട്രൂന്ന് കിട്ടും. ഓക്കെ, അതാണ് ലോജിക്കൽ ഓർ എന്ന് പറയുന്നത്. ഇനി ലോജിക്കൽ നോട്ട് എന്ന് പറഞ്ഞാൽ നോട്ട് ഓഫ് 5 ഗ്രേറ്റർ ദാൻ 7.
ഓക്കെ. നോട്ട് ഓഫ് 5 > 7 എന്ന് പറഞ്ഞാല് 5 > 7 എന്ന് പറയുന്നത് ട്രൂ ആണോ ഫോൾസ് ആണോ? 5 > 7 എന്ന് പറയുന്നത് എന്തായാലും എന്താണ്? ഫോൾസ് ആണ്. അപ്പൊ നോട്ട് ഓഫ് ഫോൾസ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇവിടെ എന്താണോ കിട്ടുന്നത് അതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവുക. ദെൻ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലോ ഡിവിഷൻ, എക്സ്പോണന്റ്. ഇതാണ് എന്ത്? അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. നോക്കിയേ, $x പ്ലസ് $y, $x മൈനസ് $y, $x ഇൻറ്റു $y, $x ഡിവൈഡഡ് ബൈ $y, $x മോഡ് $y. ഓക്കെ. $x എക്സ്പോണന്റ് $y. ഈ എക്സ്പോണന്റ് എന്താണ്? നമ്മൾ 2�3 എന്ന് എഴുതൂലേ? അപ്പം 2 എക്സ്പോണന്റ് 3 ഇങ്ങനെയാണ് എഴുതാം. മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നമ്പറിനെ ഏതോ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അല്ലെങ്കിൽ ഇപ്പൊ 10നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയാണോ കിട്ടുന്നത് അതിനാണ് ഏത് ഓപ്പറേഷൻ? മോഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഓക്കെ. റിമൈൻഡർ എത്രയാണോ കിട്ടുന്നത് അതാണ് എന്ത്? മോഡ് എന്ന് പറയുന്നത്. ഇനി സ്ട്രിങ് ഓപ്പറേറ്റർ. നമ്മള് നോർമൽ ആയിട്ട് സ്ട്രിങ് ഓപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാണ്? പ്ലസിനെയാണ്. എനിക്കിപ്പം ഹലോ പ്ലസ് വേൾഡ് എനിക്ക് മിക്സ് ചെയ്തിട്ട് ഹലോ വേൾഡ് എന്ന് എഴുതണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഹലോ പ്ലസ് വേൾഡ് എന്ന് എഴുതും. അതാണ് എന്ത്? നോർമലായിട്ട് എന്താവുക? ഹലോ വേൾഡ് എന്നായിട്ട് മാറും. ഓക്കെ. പക്ഷെ ഇവിടെ എനിക്ക് എന്താ വേണ്ടത്? ഹലോനെ വേർഡുമായിട്ട് കൺകാറ്റിനേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നിക്കൽ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം, അതല്ലെങ്കിൽ ഈക്വൽ ടു ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. ഒന്നിക്കൽ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഈക്വൽ ടു ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. എങ്ങനെയാ നോക്കിക്കോ. ഇവിടെ 2 സ്ട്രിങ് തന്നിട്ടുണ്ട്. $string1 is equal to good എന്നും $string2 is equal to morning എന്നും തന്നിട്ടുണ്ട്. സ്ട്രിങ് 1 എന്ന് പറയുന്നത് ഗുഡ് തന്നിട്ടുണ്ട്, സ്ട്രിങ് 2 എന്ന് പറയുന്നത് മോർണിംഗ് എന്നും തന്നിട്ടുണ്ട്. ഇനി $new string equal to പുതിയ സ്ട്രിങ് എന്ന് പറയുന്നത് $string1 dot string2 ആണ്. ഗുഡ് ഡോട്ട് മോർണിംഗ് ആണ്. അപ്പൊ എനിക്ക് എന്തായിട്ട് വരും? ഔട്ട്പുട്ട് ഗുഡ് മോർണിംഗ് ആയിട്ട് വരും. ഓക്കെ. അതല്ലെങ്കിൽ $string1 ഈക്വൽ ടു $string2. അവിടെയും എന്താ സംഭവിക്കുന്നത്? കൺകാറ്റിനേഷൻ ആണ് സംഭവിക്കുന്നത്. സ്ട്രിങ് 1ലുള്ള ഗുഡിന്റെ കൂടെ ആരെ എടുക്കുക? സ്ട്രിങ് 2ലുള്ള മോർണിംഗിനെ കൺകാറ്റിനേറ്റ് ചെയ്യുക. അപ്പോഴും എനിക്ക് ഔട്ട്പുട്ട് എന്ത് തന്നെയാ വരിക? ഗുഡ് മോർണിംഗ് തന്നെയാണ് വരിക. ഒന്നിക്കൽ ഈക്വൽ ടു ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ചെയ്യാം. ഡോട്ട് ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ $string1 dot $string2. ഈക്വൽ ടു ആണെങ്കിൽ $string1 ഈക്വൽ ടു ആരെ കോപ്പി ചെയ്യുക? $string2 കോപ്പി ചെയ്യുക. ഇതാണ് 2 ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കമ്പൈൻഡ് ഓപ്പറേറ്റർ. കമ്പൈൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു അരിത്തമാറ്റിക് ഓപ്പറേറ്ററിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ കൂടെ ഏതെങ്കിലും അരിത്തമാറ്റിക് ഓപ്പറേറ്റർ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ കൂടെ ഏതെങ്കിലും അരിത്തമാറ്റിക് ഓപ്പറേറ്റർ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കമ്പൈൻഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഒരു അരിത്തമാറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ കൂടെ ഏതെങ്കിലും ഒരു അരിത്തമാറ്റിക് ഓപ്പറേറ്ററിനെ ആഡ് ചെയ്യുന്നു. ഈക്വൽ ടുവിന്റെ കൂടെ പ്ലസ് വരുന്നു, ഈക്വൽ ടുവിന്റെ കൂടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നു, ഈക്വൽ ടുവിന്റെ കൂടെ ഡിവിഷൻ വരുന്നു, ഈക്വൽ ടുവിന്റെ കൂടെ മോഡുലോ ഡിവിഷൻ വരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്? കമ്പൈൻഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ എന്താണ് സംഭവിക്കുക? A പ്ലസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? A ഈസ് ഈക്വൽ ടു A പ്ലസ് 2. ഓക്കെ. എയിലോട്ട് ഇപ്പോഴുള്ള എന്റെ കൂടെ ആര് ആഡ് ചെയ്ത് ചേർക്കുക? 2നെ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ
എ ഇൻറ്റു ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 5. ഓക്കെ, ഇതിനെയാണ് കമ്പൈൻഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റർ എന്നും പറയും. എന്തെന്ന് പറയാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വേണമെങ്കിൽ ഷോർട്ട് ഹാൻഡ് എന്നായിരിക്കും. അപ്പൊ എന്തെന്നാ പറയാ, ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റർ എന്നും കൂടി പറയും, അല്ലെങ്കിൽ കമ്പൈൻഡ് ഓപ്പറേറ്റർ. ഓക്കെ, ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പ്ലസ് പ്ലസ് ആണ്, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് മൈനസ് മൈനസ് ആണ്. ഓക്കെ, അപ്പോ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്തിനാണെന്ന് വെച്ചാൽ 5നെ 6 ആവാൻ, 6നെ 7 ആവാൻ, 7നെ 8 ആവാൻ. ജസ്റ്റ് i is equal to 1 ആണെന്ന് വിചാരിക്കാം. i പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ എന്തായിട്ട് മാറും, 2 ആയിട്ട് മാറും. പിന്നെ എഗെയിൻ അത് 3 ആയിട്ട് മാറും, എഗെയിൻ അത് 4 ആയിട്ട് മാറും. അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ i is equal to 5 ആണ്. i മൈനസ് മൈനസ് എന്ന് പറഞ്ഞാൽ 5 എന്തായിട്ട് മാറും, 4 ആയിട്ട് മാറും, ദെൻ 3 ആയിട്ട് മാറും, ദെൻ 2 ആയിട്ട് മാറും, ദെൻ 1 ആയിട്ട് മാറും. അങ്ങനെ ഡിക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി കുറച്ച് എസ്കേപ്പ് സീക്വൻസസ് ഉണ്ട്. അതിന് നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യം /n-ഉം /t-യും ആണ്. ഞാനൊരു പ്രോഗ്രാമിന്റെ കോഡ് എഴുതാണ്, 1 പ്രിന്റ് ചെയ്തു, അടുത്ത 2 എന്ന് പറയുന്നതാണ് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ അത് നെക്സ്റ്റ് ലൈനിൽ വേണം. ഇനി 2 കഴിഞ്ഞ് 3 ആണെങ്കിൽ അത് അടുത്ത ലൈനിൽ വേണം. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഞാൻ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എവിടെയാണോ കൊടുക്കുന്നത് അതിന്റെ നേരെ എന്ത് കൊടുക്കണം, /n കൊടുക്കണം. /n എന്ന് പറയുന്നത് പുതിയ ലൈൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എസ്കേപ്പ് സീക്വൻസ് ആണ്. ഒരു എസ്കേപ്പ് സീക്വൻസ് ആണ് ഏത്, /n എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പുതിയ ടാബ് എടുക്കണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, /t യൂസ് ചെയ്യാം. മെയിൻ ആയിട്ട് /n-ഉം /t വേണ്ടു. ബാക്കി /" സിംഗിൾ കോട്ട് $, carriage return, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. മെയിൻ ആയിട്ട് നമുക്ക് ആരെയും ആവശ്യമുള്ളൂ, /n-നെയും /t-യെയും മാത്രമേ ആവശ്യമുള്ളൂ. ഇനി കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇൻ PHP. നമ്മൾ C++ലെ കൺട്രോൾ സ്ട്രക്ചേഴ്സ് പഠിച്ചിട്ടുണ്ട്, ഇഫ് എൽസ് എലിഫ്. അപ്പൊ ഞാൻ അതിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമുക്കറിയാം ഇഫിന്റെ സിന്റാക്സ് എന്താണ്, ഇഫ് കണ്ടീഷൻ ഓർ ടെസ്റ്റ് എക്സ്പ്രഷൻ കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. അത് PHP-യിൽ എഴുതുമ്പോ എങ്ങനെയാ വരിക നോക്കിക്കോ. PHP സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ മാർക്ക് PHP എന്ന് പറയുന്ന ടാഗിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. $a is equal to 10 കൊടുത്തു, $b is equal to 5 കൊടുത്തു. ഇഫ് $a greater than $b ചെക്ക് ചെയ്യാണ്. ദെൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആരെ, എക്കോ അല്ലെങ്കിൽ പ്രിന്റ്. എക്കോന്റെ ഉള്ളിൽ എന്താ കൊടുക്കുന്നത്, a is bigger than b എന്ന് കൊടുക്കാണ്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എനിക്ക് എന്ത് പ്രിന്റ് ചെയ്യണം, ഇത് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് എന്റെ ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുത്തു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റിലോട്ട് പോകണം എന്നും പറഞ്ഞു. ഓക്കെ, $a is equal to 10-ഉം $b is equal to 5 എന്ന് പറയുന്നത് എന്താണ്, വാരിയബിൾ ഡിക്ലറേഷൻ ആണ്. ഏറ്റവും ടോപ്പിൽ PHP ഓപ്പൺ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ PHP ക്ലോസും ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇഫ് കഴിഞ്ഞാൽ പിന്നെ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് പഠിച്ചത് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഇഫ് എൽസിലോട്ട് വരുമ്പം ഇഫ് കണ്ടീഷൻ ഓർ ടെസ്റ്റ് എക്സ്പ്രഷൻ, കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കുന്നു. ദെൻ സ്റ്റേറ്റ്മെന്റ്, ഏതാണോ സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. സ്റ്റേറ്റ്മെന്റ് അതായത് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റിലോട്ട് പോകണം, ട്രൂ അല്ലെങ്കിൽ എൽസ് അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഫോൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റിലോട്ട് പോകണമെന്ന് കൊടുക്കുന്നു, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റിലോട്ടേക്ക് പോകണമെന്ന് കൊടുക്കാണ്. അതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. എക്സാമ്പിൾ നോക്കിക്കോ. ഇഫ് ഫസ്റ്റ് PHP ഓപ്പൺ ചെയ്തു, ക്വസ്റ്റ്യൻ മാർക്ക് PHP. ഓക്കെ, $a is equal to 10 എന്ന് കൊടുത്തിട്ടുണ്ട്, $b is equal to 65 എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇഫ് $a greater than $b എന്ന് പറഞ്ഞാല് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എനിക്ക് എന്ത് പ്രിന്റ് ചെയ്യണം, a is bigger than b എന്ന് പ്രിന്റ് ചെയ്യണം. ഇനി ഇഫ് കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ നേരെ എങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ എൽസ് എങ്ങോട്ടേക്ക് പോകുന്നു, b is bigger than a യിലോട്ട് പോകുന്നു.
കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ പിന്നെ അത് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. അപ്പൊ എന്ത് പ്രിന്റ് ചെയ്യണം? ബി ഈസ് ബിഗർ ദാൻ എ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യണം. ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ്, ഇഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. എന്തിനാ ഇഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്? മൾട്ടിപ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ കണ്ടീഷൻസ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആര്? ഇഫ് എൽസ് ഇഫ് എൽസ് ഇഫിനെ. ഓക്കെ, നമ്മൾ അവിടെ പഠിച്ചത് ഇഫ് എലിഫ് ആണ്. ഓക്കെ, ഇവിടെ വരുമ്പോ അതെന്തായി? ഇഫ് എൽസ് ഇഫ് ആയി. നോക്കിക്കോ, ഫസ്റ്റ് ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കുന്നു. അത് ട്രൂ ആണെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റിലോട്ട് പോകണമെന്ന് പറയാണ്. ഓക്കെ, ഇനി അത് ട്രൂ അല്ലെങ്കിൽ എൽസ് ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2 അല്ലെങ്കിൽ കണ്ടീഷൻ 2. ടെക്സ്റ്റ് എക്സ്പ്രഷൻ 2 അല്ലെങ്കിൽ കണ്ടീഷൻ 2 കൊടുക്കാണ്. ഓക്കെ, അത് ട്രൂ ആണെങ്കിൽ എങ്ങോട്ടേക്ക് പോകുന്നു? അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോകുന്നു. അത് ട്രൂ ആണെങ്കിൽ എങ്ങോട്ട് പോകുന്നു? അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോകുന്നു. ഓക്കെ, എൽസ് അതും ട്രൂ അല്ല എന്ന് വിചാരിക്കാം. എൽസ് വേറെ ഏത് സ്റ്റേറ്റ്മെന്റിലോട്ടേക്കാണോ ആ സ്റ്റേറ്റ്മെന്റിലോട്ട് പോകുന്നു. അപ്പൊ മൾട്ടിപ്പിൾ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും എന്ത് കൊടുക്കും? എൽസ് ഇഫ് കൊടുത്തോണ്ടിരിക്കും. അതൊന്നും ട്രൂ അല്ലെങ്കിലാണ് നേരെ എങ്ങോട്ടേക്ക് പോവുക? എൽസിലോട്ട് പോകുന്നത്. അതാണ് ഇഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നോക്കിക്കോ എക്സാമ്പിള്. PHP ഓപ്പൺ ചെയ്തു. $A is equal to 55, $B is equal to 55. If $A greater than $B, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും? A is bigger than B എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. ഓക്കെ, എൽസ് ഇഫ് ആ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ $B greater than $A. $B greater than $A ആ കണ്ടീഷൻ ട്രൂ ആണോ നോക്കൂ. ഓക്കെ, അത് ട്രൂ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും? ബി ഈസ് ബിഗർ ദാൻ എ എന്ന് പറഞ്ഞ പ്രിന്റ് ചെയ്യും. ഇനി ഒന്നാമത്തെ കണ്ടീഷനും ട്രൂ അല്ല, രണ്ടാമത്തെ കണ്ടീഷനും ട്രൂ അല്ലെങ്കിൽ നേരെ എങ്ങോട്ടേക്ക് പോകും? എൽസിന്റെ ഉള്ളിൽ എ ആൻഡ് ബി ആർ ഈക്വൽ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. എന്താണോ ഞാൻ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈക്വൽ എന്ന് തന്നെ ആയിരിക്കില്ല എല്ലാ പ്രോഗ്രാമും. ഇവിടെ ഇപ്പൊ എന്താണ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉള്ളത്? എ ഈക്വൽ ടു ബി ആണ് ചാൻസ് ഉള്ളത്. രണ്ടും 55 ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് കൊടുത്തു? എക്കോ എ ആൻഡ് ബി ആർ ഈക്വൽ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അതാണ് എന്ത്? എൽസ് ഇഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇതേപോലെ തന്നെ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ കേസ് വെച്ച് ചെക്ക് ചെയ്യുന്നതിനാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സ്വിച്ച് എക്സ്പ്രഷൻ കേർലി ബ്രാക്കറ്റില് കേസ് 1 സ്റ്റേറ്റ്മെന്റ് ബ്രേക്ക്. ഒന്നാമത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നു. ഒന്നാമത്തെ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷനിലോട്ട് പോകുന്നു. അത് ട്രൂ ആണെങ്കിൽ അവിടെ ബ്രേക്ക് ചെയ്യുന്നു. ഇതൊന്നും അല്ലെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യാണ്? ഡിഫോൾട്ട് ആയിട്ട് ഏതോ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യാണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കോ. PHP ഓപ്പൺ ചെയ്യുന്നു. $n is equal to 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മാക്സിമം പോവാൻ ചാൻസ് ഉള്ള എത്ര കേസ് ആണ്? 3 കേസ് ആണ്. ഇനി സ്വിച്ച് ഓഫ് $n എന്ന് പറഞ്ഞാൽ ഈ 3 കേസിലോട്ട് സ്വിച്ച് ചെയ്യണം. ഓക്കെ, 3 കേസിലോട്ട് സ്വിച്ച് ചെയ്യണം. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് കേസ് 1 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? എക്കോയിന്റെ ഉള്ളിൽ 1 പ്രിന്റ് ചെയ്യണം. ദെൻ ബ്രേക്ക് ചെയ്യുന്നു. കേസ് 2 ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? എക്കോന്റെ ഉള്ളിൽ 2 പ്രിന്റ് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. കേസ് 3 ആണെങ്കിൽ എക്കോന്റെ ഉള്ളിൽ 3 പ്രിന്റ് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ഈ ഒരു കേസും അല്ല എങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യുന്നു? എന്റർ കറക്റ്റ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്യുന്നു. ഈ ഒരു കേസും അല്ല വർക്ക് ചെയ്യുന്നെങ്കിൽ എന്താണ് പോകുന്നത്? എന്റർ കറക്റ്റ് നമ്പർ എന്ന് പറയാണ്. അപ്പൊ സ്വിച്ചിന്റെ ഉള്ളിൽ ഫസ്റ്റ് ഒന്നാമത്തെ കേസ് ആവാം, ദെൻ രണ്ടാമത്തെ കേസ് ആവാം, ദെൻ 3 ആവാം, ദെൻ 4 ആവാം. അങ്ങനെയായിരിക്കും കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഇൻപുട്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഈ കേസ് 1 ആണോ 2 ആണോ 3 ആണോ എന്നുള്ളത്. ഓക്കെ, 1 ആണെങ്കിൽ അതിന്റെ ഉള്ളിലുള്ളത് പ്രിന്റ് ചെയ്യുന്നു. പിന്നെ ലൂപ്പ് നമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, അവിടെ ബ്രേക്ക് ചെയ്യുന്നു. കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമില്ല. 1 അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അതെന്ത് ചെയ്യുന്നു? അതാണെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അടുത്തടുത്ത് പോകുന്നു. ഓക്കെ, ഇതൊന്നും അല്ലെങ്കിൽ അവസാനം എങ്ങോട്ടേക്ക് പോവാണ്? ഡിഫോൾട്ടില് എന്റർ കറക്റ്റ് നമ്പർ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യാം. അതാണ് എന്ത്? സ്വിച്ച് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്.
ഇനി നെക്സ്റ്റ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് മെയിൻ ആയിട്ട് നമുക്ക് 3 ടൈപ്പ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് പഠിക്കാനുള്ളത്. വൈൽ സ്റ്റേറ്റ്മെന്റ്, ഡു വൈൽ സ്റ്റേറ്റ്മെന്റ്, ഫോർ ലൂപ്പ്. ഓക്കെ, അപ്പൊ വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞാല് സിന്റാക്സ് നോക്കിക്കോ. ഇനീഷ്യലൈസേഷൻ ഉണ്ട്, ഇനീഷ്യലൈസേഷൻ, വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ, സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ കൊടുക്കുന്നു, ദെൻ എക്സ്പ്രഷൻ കൊടുക്കുന്നു, ദെൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. എക്സാമ്പിൾ നോക്കിക്കോ. $PHP ഓപ്പൺ ചെയ്തു, ദെൻ $i is equal to 1 എന്ന് പറഞ്ഞ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. വൈൽ $i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആവുന്നത് വരെ ചെക്ക് ചെയ്യണം. എപ്പോഴും വരെ ചെക്ക് ചെയ്യണം? $i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആവുന്നവരെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇവിടെ എന്താണ്? $i എന്ന് പറയുന്നത് 1 ആണ്. അപ്പം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യുന്നു? $i പ്രിന്റ് ചെയ്യുന്നു. അതായത് ഔട്ട്പുട്ടിൽ 1 പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് 1 ഇനി ഓട്ടോ ഇൻക്രിമെന്റ് ആയി $i പ്ലസ് പ്ലസ് എന്ന് വെച്ചാല് 1 എന്തായിട്ട് മാറി? 2 ആയിട്ട് മാറി. അപ്പം വീണ്ടും എന്ത് ചെയ്യുന്നു? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? 2 പ്രിന്റ് ചെയ്യണം. വീണ്ടും ഇൻക്രിമെന്റ് ആയി 2 മാറി 3 ആയി. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യുന്നു? 3 പ്രിന്റ് ചെയ്യുന്നു. വീണ്ടും ഇൻക്രിമെന്റ് ആയി 3 മാറി 4 ആയി. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യുന്നു? 4 പ്രിന്റ് ചെയ്യുന്നു. വീണ്ടും ഇൻക്രിമെന്റ് ചെയ്തു 5 ആയി. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യുന്നു? 5 പ്രിന്റ് ചെയ്യുന്നു. വീണ്ടും ഇൻക്രിമെന്റ് ചെയ്ത് 6 ആയി. 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? അല്ല. കണ്ടീഷൻ ഫോൾസ് ആവുമ്പോൾ PHP ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഈ ഇത് പറഞ്ഞില്ലേ 1 2 3 4 ഇങ്ങനെയാ വരിക എന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് താഴെ വേണമെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? /n കൊടുക്കണം. അപ്പൊ /n നമ്മൾ ഈ എക്കോന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? 1 2 3 4 5 എന്നുള്ള രീതിയിൽ താഴോട്ടേക്കായിരിക്കും വരും. ഓക്കെ, എന്താണ് ഡു വൈൽ ലൂപ്പ്? ഡു വൈൽ ലൂപ്പ് എന്ന് വെച്ചാല് ഫസ്റ്റ് ഡു സിന്റാക്സ് ആണ്. ഡു സ്റ്റേറ്റ്മെന്റ്, ദെൻ അതിന്റെ താഴെ എന്ത് കൊടുക്കുന്നു? വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കുന്നു. അങ്ങനെയാണ് ഡു വൈൽ സ്റ്റേറ്റ്മെന്റ് വരിക. ഓക്കെ, ഡു, ദെൻ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, സ്റ്റേറ്റ്മെന്റ്, ദെൻ അതിന്റെ താഴെ ടെസ്റ്റ് എക്സ്പ്രഷൻ. നോക്കിക്കോ, ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ കൊടുത്തു, ദെൻ ഡു കൊടുത്തു. ഡു കൊടുത്ത ശേഷമാണ് എന്ത് ചെയ്തത്? എക്കോ $i പ്രിന്റ് ചെയ്യുന്നു, ഇൻക്രിമെന്റ് ആവുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഏറ്റവും ലാസ്റ്റ് ആണ് എന്ത് ചെക്ക് ചെയ്യുന്നത്? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ആദ്യമേ ഒന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഫസ്റ്റ് $i is equal to 1, ഡു എക്കോ $i. ഓക്കെ, എക്കോ $i എന്ന് പറഞ്ഞാൽ 1 അവിടെ പ്രിന്റ് ചെയ്തു. ദെൻ 1ന്റെ വാല്യൂ ഇൻക്രിമെന്റ് ആയി 2 ആയി. ഓക്കെ, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? ആണെങ്കിൽ എന്താവാണ്? $iയുടെ വാല്യൂ 2 ആയിട്ട് മാറാണ്. 2 പ്രിന്റ് ചെയ്തു. വീണ്ടും എന്തായി? 2 ചെയ്ത ശേഷം ഇൻക്രിമെന്റ് ആയി 3 ആയി. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ 3 ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. അങ്ങനെ 5 വരെ പോവാണ്. 6 ആവുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആവും. ആ ഒരു ഡു അതിന്റെ അടുത്ത് വരുന്നു. അതേപോലെ തന്നെ ആ ഫസ്റ്റ് ഉണ്ടായിരുന്ന കണ്ടീഷൻ താഴോട്ടേക്ക് വരികയാണ്. അത്രേ ഒരു ചേഞ്ച് അവിടെ വരുന്നുള്ളൂ. വേറെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഓക്കെ, ഇനി ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ഫോർ ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, അപ്ഡേഷൻ, ദെൻ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, സ്റ്റേറ്റ്മെന്റ്, കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഫോർ ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, അപ്ഡേഷൻ, കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു, കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കോ. $PHP ഓപ്പൺ ചെയ്യുന്നു. ഫോർ ലൂപ്പിന്റെ ഉള്ളില് ഈ $i തന്നെയാണ് മെയിൻ വാരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യുമ്പോൾ. $i is equal to 1 എന്ന് കൊടുത്തിട്ടുണ്ട്, ഇനീഷ്യലൈസേഷൻ. $i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുന്നത് കണ്ടീഷൻ. ദെൻ $i പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഇൻക്രിമെന്റ്. ഓക്കെ, ഈ കണ്ടീഷന്റെ ഉള്ളിലാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യുന്നു? $i പ്രിന്റ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ ലൂപ്പ് പോലെ തന്നെ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് വരും. താഴോട്ടാണ് വരേണ്ടതെങ്കിൽ ഇവിടെ എന്ത് വരും? /n കൊടുത്ത് ക്ലോസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ? ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്.
ഇതാണ് വയൽ ലൂപ്പിന്റെ സിന്റാക്സ് അല്ലേ. അപ്പൊ ഈ വയൽ ലൂപ്പില് ഞാൻ പറയാണ്, ഞാൻ വയൽ കണ്ടീഷൻ ചെക്ക് ചെയ്തു, എന്നിട്ട് ഈ വയൽ കണ്ടീഷന്റെ ഇടയിൽ പ്രിന്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറയാണ്, ഇഫ് $i ഈക്വൽ ടു 3 ആവാണെങ്കിൽ എനിക്ക് ബ്രേക്ക് ചെയ്യണം. അതിനുശേഷം ഞാൻ എക്കോ ഐ കൊടുക്കും. ഓക്കെ, $i ഈക്വൽ ടു 3 ആവാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. അങ്ങനെ പറഞ്ഞ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാല്, ഞാൻ ഈ ലൂപ്പ് PHP ഓപ്പൺ ചെയ്തു, ഇനീഷ്യലൈസേഷൻ കൊടുത്തു, കണ്ടീഷൻ ചെക്ക് ചെയ്തു. കണ്ടീഷൻ ചെക്ക് ചെയ്ത് 3 വരുമ്പം 3 ഈക്വൽ ടു 3 ആവുമല്ലോ. അങ്ങനെ 3 ആയാൽ പിന്നെ എനിക്ക് ലൂപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. 3 ആയാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ലൂപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. ഈ 4ഉം 5ഉം ഇവിടെ എന്താവില്ല? പ്രിന്റ് ആവൂല. 3 വരെ മാത്രമേ പ്രിന്റ് ആവുള്ളൂ. അത് വരെ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ലൂപ്പിലോട്ട് കയറാൻ വേണ്ടി പറ്റൂല. ഓക്കെ, അതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ബ്രേക്കിന് പകരം അവിടെ കണ്ടിന്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ, ബ്രേക്കിന് പകരം നമ്മൾ അവിടെ എന്ത് കൊടുക്കുന്നു? കണ്ടിന്യൂ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്ന അറിയോ? നമ്മള് എപ്പോഴാണോ ഈ 3 ഈക്വൽ ടു 3 ആവുന്നത്, ആ സമയത്ത് പ്രിന്റ് ചെയ്യൂല. പ്രിന്റ് ചെയ്യാതെ നേരെ എങ്ങോട്ടേക്ക് പോകും? ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും. ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്ന പറഞ്ഞാൽ 3 മാറി അടുത്ത വാല്യൂ 4 ആയിട്ട് മാറും. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ ചെക്ക് ചെയ്യും. 4 ഈക്വൽ ടു 3 ആണോ ചെക്ക് ചെയ്യും. അല്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യും? എക്കോയില് 4 പ്രിന്റ് ചെയ്യും. കണ്ടിന്യൂ ആണെങ്കിൽ ഏത് കണ്ടീഷനിലാണോ എന്നോട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറയുന്നത്, ആ കണ്ടീഷൻ അവിടെ എന്ത് ചെയ്യുന്നു? സ്കിപ്പായിട്ട് അടുത്ത ലൂപ്പിലോട്ട് പോവാണ്. അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അതാണ് എന്ത്? കണ്ടിന്യൂ എന്ന് പറയുന്നത്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യാനും, കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ലൂപ്പിനെ അടുത്ത സ്റ്റേജിലോട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നു. ഓക്കെ, PHP-യിലെ അറേസ്. നമ്മൾ PHP-യിൽ മെയിൻ ആയിട്ട് 3 ടൈപ്പ് അറേ ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് നമ്മളുടെ 3 ടൈപ്പ് അറേ? ഇൻഡെക്സ്ഡ് അറേ, അസോസിയേറ്റീവ് അറേ, മൾട്ടി ഡയമെൻഷണൽ അറേ. ഓക്കെ, എന്തിനാ PHP-യിൽ അറേ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത്? നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസിനെ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് വാല്യൂസിനെ അല്ലെങ്കിൽ എലമെന്റ്സിന്റെ കളക്ഷനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആരെ? PHP-യില് അറേനെ. ഓക്കെ, മൾട്ടിപ്പിൾ വാല്യൂസിനെ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് എലമെന്റ്സിനെ നമുക്കൊരു വാരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് ആണ് ഏത്? അറേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരൊറ്റ വാരിയബിൾ തന്നെ മോർ ദാൻ 1 വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അറേ നമുക്ക് മെയിൻ ആയിട്ട് 3 ടൈപ്പാണുള്ളത്. ഇൻഡെക്സ്ഡ് അറേ ഉണ്ട്, അസോസിയേറ്റീവ് അറേ ഉണ്ട്, മൾട്ടി ഡയമെൻഷണൽ അറേ ഉണ്ട്. ഓക്കെ, അപ്പം ഇൻഡെക്സ്ഡ് അറേ എന്ന് പറഞ്ഞാല് നമ്മുടെ ഇൻഡെക്സ് നമ്പർ ഇല്ലേ? ഓരോ വാല്യൂവിന്റെയും ഇൻഡെക്സ് നമ്പർ ഉണ്ടല്ലോ. ആ ഇൻഡെക്സ് നമ്പർ ഇൻഡെക്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന അറേനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സബ്സ്ക്രിപ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന അറേനാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇൻഡെക്സ്ഡ് അറേ എന്ന് പറയാം. അതായത് നമ്പേഴ്സ് ഒക്കെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നു? ഇൻഡെക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി അസോസിയേറ്റീവ് അറേ എന്ന് വെച്ചാൽ കീ വാല്യൂ പെയർ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. എയിലോട്ട് അസൈൻ ചെയ്യാണ് 10നെ, ബിയിലോട്ട് അസൈൻ ചെയ്യാണ് 12നെ. അങ്ങനെ അസൈൻ ചെയ്ത് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇതാണ് ഇൻഡെക്സ്ഡ് അറേ. ഓക്കെ, ഇൻഡെക്സ്ഡ് അറേ എന്ന് പറയുന്നത് ഇതാ. $roll number of 0 equal to 110. 0 ഇൻഡെക്സ്ഡ് അറേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി $array of കീയിലേക്ക് വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്യുന്നു. അതായത് $array of നെയിമിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ജവാദ അല്ലെങ്കിൽ അവന്തിക എന്ന് പറഞ്ഞ് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏത്? കീ അറേ അല്ലെങ്കിൽ അസോസിയേറ്റീവ് അറേ. ഒരു കീ യൂസ് ചെയ്തിട്ട് ഇൻഫോർമേഷനെ സ്റ്റോർ ചെയ്യുന്നു. കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ കീ അറേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
ഇതാ ഇവിടെ നോക്ക്, $age of Peter equal to 35. Ben of 30 Ben is equal to $age of Ben is equal to 37. ബെന്നിന്റെ ഏജ് 37 ആക്കുന്നു, ജോയുടെ ഏജ് 43 ആക്കുന്നു, പീറ്ററിന്റെ ഏജ് 35 ആക്കുന്നു. അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? അസോസിയേറ്റീവ് അറേ എന്ന് പറയുന്നത്. ഇനി മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാല് മോർ ദാൻ വൺ അറേസ് ഉള്ള ആ മറ്റേ എന്താ പറയാ, എ ഓഫ് 10 ഓഫ് 20 ഇതുപോലെ നമ്മൾ റെപ്രസെന്റ് ചെയ്യില്ലേ, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മൾട്ടി ഡയമെൻഷണൽ അറേന്റെ എക്സാമ്പിൾ ആണ്, നോക്കിക്കോ. മൾട്ടി ഡയമെൻഷണൽ അറേന്റെ എക്സാമ്പിൾ ആണ് നമ്മളിതാ $A of 0 of 1, 0th ഇൻഡെക്സിലെ ഫസ്റ്റ് വാല്യൂ. ഓക്കെ, അതേപോലെ തന്നെ നെയിം ഓഫ് 10 ഓഫ് 5, നെയിമിലെ 10th ഇൻഡെക്സിലെ 5th വാല്യൂ. അതൊക്കെ ഏതിന്റെ എക്സാമ്പിൾ ആണ്? മൾട്ടി ഡയമെൻഷണൽ അറേയുടെ എക്സാമ്പിൾ ആണ്. ഇതാണ് 3 ടൈപ്പ് അറേ: ഇൻഡെക്സ്ഡ്, അസോസിയേറ്റീവ്, മൾട്ടി ഡയമെൻഷണൽ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠിക്കാനുള്ളത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. PHP-യിലെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യാണ്, PHP ഓപ്പൺ ചെയ്യുന്നതിന്റെ തൊട്ട് താഴെ തന്നെ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫംഗ്ഷന്റെ പേര് കൊടുക്കാണ്. എങ്ങനെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ സിന്റാക്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫംഗ്ഷൻ എന്ന് പറയുന്ന വേർഡ് കൊടുക്കുക, എന്നിട്ട് ഫംഗ്ഷന്റെ നെയിം. ഇവിടെ കണ്ടോ, PHP ഓപ്പൺ ചെയ്യുന്നു, ഫംഗ്ഷൻ, PHP ഓപ്പൺ ചെയ്യുന്നു, ഫംഗ്ഷൻ ഹലോ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പേര്. തന്നെ എന്ത് ചെയ്തു, എക്കോയില് ഹലോ PHP എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്തു. ഓക്കെ, ലാസ്റ്റ് എന്ത് ചെയ്യാണ്, ഈ ഹലോനെ കോൾ ചെയ്യാണ്. ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഇവിടെ ഹലോ എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, അവിടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, then എന്ത് ചെയ്യാണ്, ആ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ഓക്കെ, അത്രയുമാണ് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സിന്റാക്സ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, ഫസ്റ്റ് PHP ഓപ്പൺ ചെയ്യുന്നു, ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, ആ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു, ലാസ്റ്റ് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, കോൾ ചെയ്യുന്നു. എങ്ങനെയാ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? ഫംഗ്ഷന്റെ പേര്. ഇനി ഈ ഫംഗ്ഷന്റെ ഉള്ളിലൂടെ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫംഗ്ഷന്റെ പേര് $A, $B എന്ന് പറഞ്ഞ് പാരാമീറ്റേഴ്സ് കൊടുക്കുന്നു. പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ വാരിയബിൾ കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഏത് സൈൻ യൂസ് ചെയ്തിട്ടുണ്ടാവണം? $സൈൻ യൂസ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇനി കുറച്ച് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാല് ഫസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ മെയിൻ ആയിട്ട് എങ്ങനെയാണ് ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതാം നോക്കിക്കോ. ഡേറ്റ് ഓഫ് ഫോർമാറ്റ് കോമ ടൈം സ്റ്റാമ്പ്. ഡേറ്റ് ഓഫ് ഫോർമാറ്റ് കോമ ടൈം സ്റ്റാമ്പ്. ഓക്കെ, അതെങ്ങനെയാ വരിക എന്ന് വെച്ചാല് നോക്കിക്കോ, എക്സാമ്പിൾ കാണിച്ചുതരാ. എക്കോ ടുഡേ ഈസ് ഡേറ്റ് ഓഫ് ഫോർമാറ്റ്. ഫോർമാറ്റ് എന്ത് കൊടുത്തു? YMD, ഇയർ, മന്ത്, ഡേറ്റ്. ഓക്കെ, അതേപോലെ തന്നെ ടുഡേ ഈസ് ഡേറ്റ് ഓഫ് Y.M.D. ഇവിടെ ഡോട്ട് ഇട്ടിട്ടാണ് വേണ്ടതെന്നാ പറഞ്ഞേക്കുന്നത്, ഇവിടെ സ്ലാഷ് ഇട്ടിട്ടാണ് വേണ്ടത്. നെക്സ്റ്റ് ടുഡേ ഈസ് ഡോട്ട് ഡേറ്റ് ഓഫ് Y-M-D. ഇവിടെ എന്താ വേണ്ടത്? ഇയർ ഹൈഫൺ മന്ത് ഹൈഫൺ ഡേ ഹൈഫൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടുഡേ ഈസ് ഡേറ്റ് ഓഫ് എന്താ കൊടുത്തേക്കുന്നത്? അത് വേണ്ട, ടുഡേ ഈ ഫോർമാറ്റ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, സ്ലാഷ് ഡോട്ട് ഹൈഫൺ.
അപ്പൊ എന്ത് വരും? ഇയർ, മന്ത്, ഡേ എന്ന് പറയുന്ന ഫോമാറ്റില് നമുക്ക് എന്ത് ഡിസ്പ്ലേ ചെയ്ത് വരും? അവിടെയുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറന്റ് ഡേറ്റ് ഡിസ്പ്ലേ ചെയ്ത് വരും. അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഏത്? ഡേറ്റ് എന്ന് വെച്ചാല് CPU STR-LEN, STR പൊസിഷൻ, STR-CMP. എന്തിനാ ക്യാർ എന്ന് വെച്ചാല് ഒരു ക്യാരക്ടറിന്റെ കറസ്പോണ്ടിങ് ആയി ആയിട്ട് ആസ്കി വാല്യൂ നമ്മൾ കൊടുക്കുന്നു. ആ ആസ്കി വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ ഫംഗ്ഷൻ, ക്യാരക്ടർ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? CHR എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഒരു ആസ്കി വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ ഏതാണോ അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താണ് ആസ്കി വാല്യൂ എന്ന് അറിയണം. ASCII stands for American Standard Code for Information Interchange. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ എയുടെ ആസ്കി വാല്യൂ എന്ന് പറയുന്നത് 65 ആണ്. അപ്പം ബിയുടെ എത്രയായിരിക്കും? 66 ആയിരിക്കും. സി എത്രയായിരിക്കും? 67 ആയിരിക്കും. അങ്ങനെ പോകും. സ്മോൾ ലെറ്റർ എയുടെ ആസ്കി വാല്യൂ എന്ന് പറയുന്നത് 97 ആണ്. ബി എന്ന് പറയുന്നത് 98 ആയിരിക്കും. സി എന്ന് പറയുന്നത് 99 ആയിരിക്കും. അതും അങ്ങനെ പോകും. ഓക്കെ, അപ്പോ ക്യാർ ഓഫ് അല്ലെങ്കിൽ CHR ഓഫ് 97 എന്ന് കൊടുത്താൽ എനിക്ക് ഔട്ട്പുട്ടിൽ റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും? സ്മോൾ ലെറ്റർ എ. അതേപോലെ തന്നെ CHR ഓഫ് 65 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ഔട്ട്പുട്ടിൽ എന്ത് റിട്ടേൺ ചെയ്യും? ക്യാപിറ്റൽ ലെറ്റർ എ. ഇനി 68 ആണെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യും? ക്യാപിറ്റൽ ലെറ്റർ ഡി. ഓക്കെ, അതിനാണ് ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? CHR എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി STR-LEN. എന്തിനാ STR-LEN എന്ന് വെച്ചാല് നമ്മൾ ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്, S=hello എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ STR-LEN ഓഫ് S എന്നാണ് കൊടുക്കുന്നതെങ്കിൽ സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ഈ ഒരു എസിലുള്ള സ്ട്രിങ്ങിന് ടോട്ടൽ എത്രയാണ് അതിന്റെ ലെങ്ത്? അവിടെ ലെങ്ത് എത്രയാണ് ഔട്ട്പുട്ടിൽ വരുന്നത്? 5. ഹലോയില് 1 2 3 4 5 ടോട്ടൽ 5 ക്യാരക്ടർ ആണ് ആ എസ് എന്ന് പറയുന്ന വാരിയബിൾ, സോറി $S എന്ന് പറയുന്ന വാരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ എന്ത് കാണുന്നു? നമ്മള് ലെങ്ത് കാണുന്നു. അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഇത് STR-LEN എന്ന് പറയുന്നത്. ഇനി STR-POS. STR-POS എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രിങ് തന്നിട്ടുണ്ടാവും. ആ സ്ട്രിങ്ങിലെ ഒരു ക്യാരക്ടർ അതിന്റെ പൊസിഷൻ എത്രാമതാണ് ഉള്ളത് എന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത്? STR-POS. ഇനി STR-CMP എന്ന് പറഞ്ഞാല് രണ്ട് സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യാൻ ഈക്വൽ ആണോ, നോട്ട് ഈക്വൽ ആണോ, ഗ്രേറ്റർ ദാൻ ആണോ, അതേപോലെ രണ്ട് സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത്? STR-CMP എന്ന് പറയുന്നത്. ഇവിടെ ഒരു കോഡ് തന്നിട്ടുണ്ട്, നോക്കിക്കോ. ഫസ്റ്റ് HTML ഓപ്പൺ ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തു, PHP ഓപ്പൺ ചെയ്തു. PHPന്റെ ഉള്ളില് എന്ത് കൊടുക്കാണ്? എക്കോ പ്രിന്റ് ചെയ്യാൻ പറയാണ്. ASCII 46ന്റെ ASCII വാല്യൂ വേണം. ഡോട്ട് അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏത്? ഡോട്ട് CHR ഓഫ് 46 എന്ന് കൊടുക്കാം. അപ്പൊ എന്തെനിക്ക് ഔട്ട്പുട്ട് വരും? ASCII 46 ഈസ് ആംബസെന്റ്. ആംബസെന്റ് എന്ന് പറയുന്ന സൈൻ ആണ് 46 എന്ന് പറയുന്ന ASCII വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരിക. ഓക്കെ, 46 എന്ന് പറയുന്ന ASCII വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് സൈൻ ആണ് വരിക? ആംബസെന്റ് എന്ന് പറയുന്ന സൈൻ ആണ് വരിക. ഓക്കെ, then next echo length is dot STR-LEN of apple. ആപ്പിൾ എന്ന് പറയുന്ന സ്ട്രിങ്ങിന്റെ എന്ത് കാണാ? ലെങ്ത് കാണാ. ഈ ഡോട്ട് എന്തിനാണെന്ന് അറിയാലോ? നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ലെങ്ത് കാണാൻ വേണ്ടി പറഞ്ഞാല് ആപ്പിളിന്റെ ലെങ്ത് കാണാൻ വേണ്ടി STR-LEN എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. എത്രയാണ് ആപ്പിളിലെ ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്? 5 ആണ്. അപ്പൊ അവിടെ എന്ത് ഡിസ്പ്ലേ ചെയ്ത് വന്നു? ലെങ്ത് ഈസ് 5 എന്ന് പറഞ്ഞിട്ട് വന്നു. ആ ഫംഗ്ഷൻ എന്താണോ ആക്സസ് ചെയ്തത് ആ വാല്യൂ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നു.
ഔട്ട്പുട്ട് ഇവിടെ ഉണ്ട്, നോക്കണേ. അടുത്തത് ഇഫ് str_cmp ഓഫ് ഹി കോമ ഷീ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആസ്കി വാല്യൂ വെച്ചിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്ത് വരും? ഹി ആൻഡ് ഷീ ഈസ് സെയിം എന്ന് പറയും. നോട്ട് ഈക്വൽ അല്ലെങ്കിൽ നോട്ട് സെയിം എന്ന് പറയും. ഈക്വൽ ആണെങ്കിൽ എന്ത് വരും? സെയിം എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഇവിടെ രണ്ടും എന്തല്ല? ഈക്വൽ അല്ല. കമ്പയർ ചെയ്തപ്പോ രണ്ടും ഈക്വൽ അല്ല. അല്ലാത്തത് കൊണ്ട് തന്നെ ഹി ആൻഡ് ഷീ ഈസ് നോട്ട് സെയിം എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്ത് വന്നു. ഓക്കെ, ഇനി ഇത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 ടയർ ആർക്കിടെക്ചർ. ഒരു മിനിറ്റ്. അപ്പം 3 ടയർ ആർക്കിടെക്ചർ, അതായത് നമ്മൾ 3 ടയർ ആർക്കിടെക്ചർ, PHP 3 ടയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമ്മൾ എന്തെന്ന് പറയും? ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് പറയും. എന്തെന്ന് പറയും? ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ. ഓക്കെ, എന്താ ഇതിൽ പറയുന്നതെന്ന് വെച്ചാല്, നമ്മളിപ്പം PHP എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സെർവർ സൈഡില് സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? PHP എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വെബ് പേജസ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി പറ്റൂലേ? അപ്പോ ഈ വെബ് ഡെവലപ്മെന്റില് അല്ലെങ്കിൽ ക്ലയന്റ് സെർവർ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ക്ലയന്റ് വെബ് സെർവർ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? PHP യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഈ PHPനെ ഓരോ സ്റ്റെപ്പും നമ്മൾ എന്ത് ചെയ്യാണ്? സെപ്പറേറ്റ് ലെയേഴ്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്തായിട്ടാണ് കൊടുക്കുന്നത്? ലെയേഴ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ ലെയേഴ്സ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഓരോ ലെയറിലും ഓരോ കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങള് നമ്മൾ അവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഓരോ ലെയേഴ്സിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. അതിൽ യൂസർ ഇന്റർഫേസ് ഉണ്ടാവും, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ടാവും, ഡാറ്റാസ്, അങ്ങനെ ഒരുപാട് ഫങ്ഷണാലിറ്റീസ് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതൊരു ക്ലയന്റ് സെർവർ ആ ഒരു ടൈപ്പിലുള്ള സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് അല്ലെ PHP എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു വെബ് ആപ്ലിക്കേഷന്റെ വർക്കിംഗ് മെയിൻ ആയിട്ട് 3 ടൈപ്പിലാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രസന്റേഷൻ ടയർ. ഒന്നാമത്തത് എന്താണ്? പ്രസന്റേഷൻ ടയർ ആണ്. ടയർ 1 വരിക. ഓക്കെ, അപ്പം നമ്മളൊരു വെബ് ഡെവലപ്മെന്റ് ചെയ്തു, വെബ് ഡിസൈൻ ചെയ്തു. അപ്പൊ നമ്മുടെ യൂസർ ആരാണോ ആ യൂസർ ഡയറക്റ്റ് ആയിട്ട് കാണുന്ന വെബ് ബ്രൗസർ, അത് ക്രോം വഴി കാണാം, സഫാരി വഴി കാണാം, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കാണുന്ന വെബ് ബ്രൗസറിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പ്രസന്റേഷൻ ടയർ അല്ലെങ്കിൽ ടയർ 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്രോമും സഫാരി ഒക്കെ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ വെബ് പേജും കാണുന്നത്. അപ്പൊ ഇതിൽ നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരൊക്കെയാണ്? HTML, CSS, ജാവാ സ്ക്രിപ്റ്റ്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒന്നാമത്തെ ടയറിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ഇൻഫോർമേഷൻസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനും ആ ഇൻഫോർമേഷൻസ് ഒക്കെ സെർവറിലോട്ട് സെൻഡ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ടയർ 1 ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ ടയർ ആണ്, അതായത് വെബ് ആപ്ലിക്കേഷൻ ടയർ എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് ബിസിനസ് ലോജിക് ലെയർ എന്ന് പറയാം. ഈ ടയർ 2 നമുക്ക് എന്തെന്ന് പറയാം? ബിസിനസ് ലോജിക് ലെയർ എന്ന് പറയാം. ഓക്കെ, അപ്പം ഇവിടെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏത് ടയറിലാണ്? ടയർ 2 അതായത് PHPന്റെ സ്ക്രിപ്റ്റ് അത് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഈ ടയർ 2 അപ്പം ക്ലയന്റിൽ നിന്ന് വരുന്ന റിക്വസ്റ്റ് സെർവർ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു.
എന്നിട്ട് അവിടെ ആവശ്യമായിട്ടുള്ള ഡാറ്റയുടെ പ്രോസസ്സിംഗ് നടക്കുന്നു. ഞാനിപ്പം കുറെ കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്തു, അത് അനലൈസ് ചെയ്തിട്ട് സബ്മിറ്റ് ആക്കണോ വേണ്ടോ അങ്ങനെയുള്ള പ്രോസസ് ഒക്കെ നടക്കുന്നത് ഏത് ടയറിലാണ്? രണ്ടാമത്തെ ടയറിലാണ്, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ടയറിലാണ്. എന്ത് ടയറാണ്? അപ്ലിക്കേഷൻ ടയർ. ഒന്നാമത്തത് എന്താണ്? പ്രസന്റേഷൻ ടയർ. ഓക്കെ. ഇനി ലാസ്റ്റത്തത് ഡാറ്റാബേസ് അല്ലെങ്കിൽ ഡാറ്റ ടയർ. ഡാറ്റ ടയർ എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന, അതായത് MySQL എന്ന് പറയുന്ന ഡാറ്റാബേസിലാണ് ഇവിടെ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലത്തിനാണ് എന്തെന്ന് പറയുന്നത്? ഡാറ്റ ടയർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു വെബ് ആപ്ലിക്കേഷന് ആവശ്യമുള്ള എല്ലാ ഡാറ്റയും എവിടെയാ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക? ഡാറ്റ ടയറിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ. അപ്പോ ഈ ഒരു ഡാറ്റ ഡാറ്റ സെർവറിലാണ് അല്ലെങ്കിൽ വെബ് സെർവറിലാണ് ഡാറ്റാബേസ് നമ്മൾ ഇൻഫോർമേഷൻസ് ആവശ്യത്തിന് എടുക്കുന്നതും അതേപോലെ തന്നെ ഇൻഫോർമേഷൻസ് ഇൻസേർട്ട് ചെയ്യുന്നതും. അതിന്റെ ഫിഗർ ആണ് ഇവിടെ കൊടുത്തേക്കുള്ളത്. ആ ഫിഗർ ജസ്റ്റ് ഒന്ന് പഠിക്കാം. യൂസർ മുതൽ ഡാറ്റാബേസ് വരെയുള്ള കാര്യങ്ങൾ. ഒന്നാമത്തെ ടയറിൽ ക്ലയന്റിന്റെ റണ്ണിങ്ങും വെബ് ബ്രൗസറും, രണ്ടാമത്തേൽ വെബ് സെർവർ റണ്ണിങ് വെബ് ആപ്ലിക്കേഷൻ, മൂന്നാമത്തത് ഡാറ്റാബേസ്. അതാണ് 3 ടയേഴ്സ്. ഓക്കെ. ഇനി പഠിക്കാനുള്ള അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത്. നിങ്ങൾക്ക് 2 മാർക്ക് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. PHPന്റെ ഗ്ലോബൽ വാരിയബിൾസ്. ഓക്കെ. PHPന്റെ ഗ്ലോബൽ വാരിയബിൾസ് മെയിൻ ആയിട്ട് നമുക്ക് കുറച്ച് സൂപ്പർ ഗ്ലോബൽ വാരിയബിൾസ് പഠിക്കാനുണ്ട്. $global, $server, $request, $post, $get, $files, $env, $cookie. ഓക്കെ. ഫസ്റ്റ് $server. $server എന്ന് പറഞ്ഞാല് ഹെഡർ, $global. $global എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു സ്ക്രിപ്റ്റിലുള്ള മൊത്തം ഗ്ലോബൽ വാരിയബിൾസിനെ, ഏത് വാരിയബിൾസിനെ? ഗ്ലോബൽ വാരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആര്? $global എന്ന് പറയുന്നത്. മൊത്തം ഗ്ലോബൽ വാരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരെ യൂസ് ചെയ്യുന്നു? $global യൂസ് ചെയ്യുന്നു. അതായത് ഇവിടെ കുറച്ച് ഡാറ്റാസ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. $x = 75, y = 75. ഞാൻ ഇവിടെ അഡീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തു. $global of z = global of x plus global of x. ഈ ഫംഗ്ഷന്റെ പുറത്തുള്ള വാരിയബിൾ ആണ് എന്ത്? ഗ്ലോബൽ വാരിയബിൾ. അതിനെ ഉള്ളിലോട്ട് എടുക്കണമെങ്കിൽ, ആ വാല്യൂവിനെ ഉള്ളിലോട്ട് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? $global എന്ന് പറയുന്ന എന്ത് യൂസ് ചെയ്യണം? സൂപ്പർ ഗ്ലോബൽ വാരിയബിൾ യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഉള്ളിലോട്ട് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഉള്ളിലോട്ട് ആ വാല്യൂ എടുത്താൽ മാത്രമേ അവിടെ എന്ത് നടക്കുകയുള്ളൂ? അഡീഷൻ നടക്കുകയുള്ളൂ. അതാണ് $global. ഇനി $server എന്ന് പറഞ്ഞാല് നമ്മളുടെ ഹെഡർ, അതേപോലെ തന്നെ പാത്ത്, ലൊക്കേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് സെർവറിൽ ഉണ്ടാവും. ഓക്കെ. അപ്പം ആ സെർവറിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ എവിടെയാ ഉണ്ടാവുക? $server എന്ന് പറയുന്ന വാരിയബിളിലാണ് ഉണ്ടാവുക. ഹെഡർ, അതേപോലെ തന്നെ പാത്ത്, സ്ക്രിപ്റ്റ് ഒക്കെ. ഓക്കെ. അപ്പം $server of PHP സെൽഫ്, അല്ലെങ്കിൽ $server of സെർവർ നെയിം, $server of സ്ക്രിപ്റ്റ് നെയിം, അവിടെ എന്തൊക്കെ ഉണ്ടാവും? ഹെഡർ ഉണ്ടാവും, ലോക്കൽ ഹോസ്റ്റ് പാത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ യൂസർ ഉണ്ടാവും, അതേപോലെ തന്നെ എന്തുണ്ടാവും? സ്ക്രിപ്റ്റിന്റെ ലൊക്കേഷൻ ഉണ്ടാവും. ഇതൊക്കെ എവിടെ അടങ്ങിയിട്ടുള്ളത്? $server എന്ന് പറയുന്ന വാരിയബിളിലായിരിക്കും. ഓക്കെ. ദെൻ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. $post-ഉം $get-ഉം. $post-ഉം $get-ഉം. എന്തിനാണെന്ന് വെച്ചാല് നമ്മുടെ HTML ഫോമിൽ കുറെ ഇൻഫോർമേഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പം ആ ഇൻഫോർമേഷൻസ് URL വഴി ഇൻഫോർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യണമെങ്കിൽ, നമ്മൾ എന്ത് യൂസ് ചെയ്യും? $get യൂസ് ചെയ്യും. ഓക്കെ. URL വഴി ഇൻഫോർമേഷൻസ് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? $get യൂസ് ചെയ്യും. ഇനി URL വഴി വേണ്ട, എന്തെങ്കിലും പാത്ത് വഴിയാണ് ഇൻഫോർമേഷൻസ് എടുക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? $post യൂസ് ചെയ്യും. ഓക്കെ. അപ്പം ഈ $get എന്ന് പറയുന്നത് ഇതാ ഇപ്പൊ ഗെറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ check.php എന്ന് പറയുന്ന ഒരു പാത്താണ്. ഈ പാത്തിലൂടെ എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? പോസ്റ്റ് യൂസ് ചെയ്യുന്നു. ഇനി അതല്ല, ഗെറ്റ് ആണെങ്കിൽ ഇതെന്ത് ചെയ്യാണ്? എവിടെ ഗെറ്റ്?
ഓക്കെ, ഗെറ്റ് ആണെങ്കിൽ ഇവിടെ നോക്ക്, എക്സാം ഡോളർ എച്ച് റഫ് ഇസ് ഈക്വൽ ടു ഗെറ്റ് ഡോട്ട് പി എച്ച് പി ഓഫ് എക്സാം മാർച്ച് 2024. ഇതൊരു URL ആണ്. അപ്പൊ URL ഇൻഫോർമേഷൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ ആരെ യൂസ് ചെയ്തു? ഗെറ്റിനെ യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ ആ ഗെറ്റിൽ നിന്നും പോസ്റ്റിൽ നിന്നും അതേപോലെ തന്നെ കുക്കി ഉണ്ട്. കുക്കി എന്ന് പറഞ്ഞാൽ എന്താ? കുക്കി എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ഇൻഫോർമേഷൻസ്, ഒരാളുടെ ഇൻഫോർമേഷൻസ് കാണുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. ഡോളർ കുക്കി എന്ന് പറഞ്ഞാല് ഒരാളുടെ ഇൻഫോർമേഷൻ, ആ ഇൻഫോർമേഷൻസ് പെർമനന്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ നമ്മൾ എന്ത് ചെയ്യാണ്? സ്റ്റോർ ചെയ്യാണ്. പെർമനന്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ സ്റ്റോർ ചെയ്യാണ്. ഓക്കെ, അപ്പം ഡോളർ സെഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ബ്രൗസർ ക്ലോസ് ചെയ്യുന്നത് വരെ മാത്രമേ സെർവറിൽ ഇൻഫോർമേഷൻ ഉണ്ടാവുള്ളൂ. ബ്രൗസർ ക്ലോസ് ചെയ്യുന്നത് വരെ മാത്രമേ സെർവറിൽ എന്തുണ്ടാവുള്ളൂ? ഇൻഫോർമേഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ ഡോളർ കുക്കി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതെന്തുണ്ടാവും? കമ്പ്യൂട്ടറിൽ സ്ഥിരമായിട്ട് ഇൻഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ഡോളർ സെഷൻ, ഡോളർ കുക്കി, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരേപോലെ തന്നെ ഇൻഫോർമേഷൻസ് എടുക്കണമെങ്കിൽ ഡോളർ ഗെറ്റ്, ഡോളർ പോസ്റ്റ്, ഡോളർ സെഷൻ, ഡോളർ കുക്കി, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരേപോലെ ഇൻഫോർമേഷൻസ് എടുക്കണമെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഏത്? ഡോളർ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? ഡോളർ റിക്വസ്റ്റ്. ഡോളർ റിക്വസ്റ്റ് ഓഫ് എഫ് നെയിം ഈ ഒരു പോസ്റ്റ് എന്ന് എടുക്കാൻ. ഇനി ഗെറ്റ് എന്ന് എടുക്കാനും എന്ത് ചെയ്യും? ഡോളർ റിക്വസ്റ്റ് ഓഫ് പോസ്റ്റ്. അതേപോലെ തന്നെ കുക്കി എന്ന് എടുക്കാനും ഇതേപോലെ ചെയ്യും. ഓക്കെ, ഇനി ഡോളർ ഫയൽ ഉണ്ട്. ഡോളർ ഫയൽ, ഡോളർ ഫയൽ എന്തിനാന്ന് വെച്ചാല് ഒരു ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് HTML. അപ്പം ഈ ഫോം വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ എടുക്കുകയാണ്. ഫോം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് HTML. ആ ഫോം വഴി നമ്മളുടെ ഇൻഫോർമേഷൻസ് എടുക്കാനാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഡോളർ ഫയൽ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഡോളർ ENV, ഡോളർ ENV എന്ന് പറഞ്ഞാല് എൻവയോൺമെന്റ് വാരിയബിൾ. എന്താണ് ENV? എൻവയോൺമെന്റ് വാരിയബിൾ. അപ്പൊ എൻവയോൺമെന്റ് വാരിയബിൾ എന്ന് പറഞ്ഞാല് നമുക്ക് ഡോളർ പോസ്റ്റ്, ഡോളർ സെഷൻ, അതേപോലുള്ള കുറെ കാര്യങ്ങളില്ല. അപ്പൊ ഇതിനൊക്കെ ഓരോ ലൊക്കേഷൻ ഉണ്ടാവും. എൻവയോൺമെന്റ് സെറ്റ് ചെയ്യുക, എൻവയോൺമെന്റ് വാരിയബിൾ ലൊക്കേഷൻ സെറ്റ് ചെയ്യുക. ആ ഒരു സെർവറിൽ ലൊക്കേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത്? ഡോളർ ENV അല്ലെങ്കിൽ എൻവയോൺമെന്റ് വാരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡോളർ ഗെറ്റ്, ഡോളർ പോസ്റ്റ്, ഡോളർ ENV, ഡോളർ റിക്വസ്റ്റ്, അതേപോലെ തന്നെ ഡോളർ ഫയൽ, അതേപോലെ തന്നെ പിന്നീട് ഉള്ളത് ഡോളർ സർവർ, ഡോളർ ഗ്ലോബൽ. ഓക്കെ, അപ്പം കുക്കിയും സെഷൻ എന്നൊക്കെ പറയുന്നത് എന്തെടുക്കാൻ വേണ്ടിയിട്ടാ? പെർമനന്റ് ആയിട്ട് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് സിസ്റ്റത്തിന് ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. സെഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഇൻഫോർമേഷൻസ് എത്ര വരെ ഉണ്ടാവുള്ളൂ? ബ്രൗസർ ക്ലോസ് ചെയ്യുന്നത് വരെ ഉണ്ടാവുള്ളൂ. കുക്കി ആണെങ്കിൽ എന്തുണ്ടാവും? പെർമനന്റ് ആയിട്ട് ഉണ്ടാവും. പിന്നെ ENV ആണെങ്കിൽ എൻവയോൺമെന്റ് വാരിയബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫയൽസ് ആണെങ്കിൽ നമ്മുടെ ഫോംസ് നമുക്ക് ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ. ഗെറ്റും പോസ്റ്റും ആണെങ്കിൽ ഒന്ന് URL വഴിയും മറ്റേത് പാത്ത് വഴിയും. റിക്വസ്റ്റ് ആണെങ്കിൽ ഈ ഗെറ്റ്, പോസ്റ്റ്, അതേപോലെ തന്നെ കുക്കി, സെഷൻ നമുക്ക് ഒരുപോലെ ഇൻഫോർമേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. സെർവർ എന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്തെന്ന് എടുക്കാൻ. ഗ്ലോബൽ എന്ന് വെച്ചാൽ നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ കൊടുത്തിട്ടുള്ള വാരിയബിൾസ് ഇൻഫോർമേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഡോളർ ഗ്ലോബൽ എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റിലെ എല്ലാ ഗ്ലോബൽ വാരിയബിളും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡോളർ സെർവർ എന്ന് പറഞ്ഞാൽ സെർവറിലെ അല്ലെങ്കിൽ ഹെഡറിലെ വിവരങ്ങളൊക്കെ ഇൻഫോർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡോളർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗെറ്റ്, പോസ്റ്റ്, കുക്കി, സെഷൻ അതിൽ ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഡോളർ പോസ്റ്റ്, ഗെറ്റ് എന്നൊക്കെ പറയുന്നത് ഫോം ഡാറ്റ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡോളർ ഫയൽ എന്ന് പറയുന്നത് നമ്മുടെ അപ്ലോഡ് ചെയ്യുന്ന ഫയൽസ് അല്ലെങ്കിൽ ഫോമിലെ ഇൻഫോർമേഷൻസ് എടുക്കാൻ. സെഷൻ, കുക്കി എന്നൊക്കെ പറയുന്നത് ഇൻഫോർമേഷൻസ് ഒക്കെ പെർമനന്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇതെന്തായാലും പഠിച്ചു വെക്കണേ, ഉറപ്പായിട്ടും ഉണ്ടാവുന്ന ക്വസ്റ്റ്യനാ. ഡിഫറൻസ് ബിറ്റ്വീൻ ഗെറ്റ്, പോസ്റ്റ്. ഗെറ്റും പോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഈ ഒരു ടേബിൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഗെറ്റില് ക്യാച്ച് ചെയ്യുന്നു, പക്ഷേ പോസ്റ്റില് ക്യാച്ച് ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഗെറ്റില് ബ്രൗസർ ഹിസ്റ്ററി എന്ത് ചെയ്യാന്ന് ക്ലോസ് ചെയ്യുന്നത് വരെ ഉണ്ടാവും. പക്ഷെ പോസ്റ്റിൽ എന്തുണ്ടാവും? ക്ലോസ് ചെയ്താലും കാണും. പിന്നെ
ഗെറ്റിന്റെ ലെങ്ത് റെസ്ട്രിക്ഷൻ ആണ്, പക്ഷെ മറ്റത്തെ റെസ്ട്രിക്ഷൻ അല്ല. ഗെറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബുക്ക് മാർക്ക്ഡ് ആണ്, പക്ഷെ പോസ്റ്റിൽ എന്തല്ല, ബുക്ക് മാർക്ക്ഡ് അല്ല. പിന്നെ പറയുന്നത് കണക്ടിങ് PHP ടു MySQL. എങ്ങനെയാണ് ഒരു PHP MySQL ആയിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഫൈനൽ വെബ് പേജ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഡാറ്റാബേസിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് MySQL സെലക്ട് ഡാറ്റാബേസ് കണക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷം ഞാൻ അതിലോട്ട് എന്ത് ചെയ്യാണ്, ക്വറി ഫെച്ച് ചെയ്തെടുക്കാണ്. എന്ത് ഫെച്ച് ചെയ്തെടുക്കാണ്, ക്വറി ഫെച്ച് ചെയ്തെടുക്കാണ്. ഓക്കെ, അങ്ങനെ ക്വറി ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇൻസേർട്ട് ചെയ്യാനുള്ള ക്വറി എന്താണ്, ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വറി എന്താണ്, ഈ സാധനം നമുക്കറിയാം, അറിയാലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് നോക്കിക്കോ, MySQL ക്വറി ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നു. ഓക്കെ, $SQL എന്ന് പറയുന്ന ഒരു വാരിയബിളില് ക്രിയേറ്റ് ടേബിൾ, ഇന്നലെ പറഞ്ഞിട്ടുള്ള ക്വറി, ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം, രജിസ്റ്റർ നമ്പർ, മാർക്ക്, ആ കാര്യങ്ങള് ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. ഇനി ഈ ക്വറി എന്ത് ചെയ്യണം, എനിക്ക് എക്സിക്യൂട്ട് ചെയ്യണം. ഇവിടെ ഈ $SQL എന്ന് പറയുന്ന വാരിയബിളില് കണക്ഷൻ ഓപ്പൺ ചെയ്തു, എന്നിട്ട് $SQL എന്ന് പറയുന്ന വാരിയബിൾ ഞാൻ ഒരു ക്വറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്വറിയെ എനിക്ക് എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഡോളർ എന്ത് കൊടുക്കുന്നു, സെലക്ട് കൊറിയോ, കൊറി ഈസ് ഈക്വൽ ടു, സെലക്ട് കൊറി ഈസ് ഈക്വൽ ടു MySQL കൊറി. ഇതിലോട്ടല്ലേ വർക്ക് ചെയ്യേണ്ടത്, ഇതിലോട്ട് ആര് എക്സിക്യൂട്ട് ചെയ്യുന്നു, $SQL എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. ഈ ഒരു സാധനം ഫസ്റ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അതായത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിനുശേഷം $SQL എന്ന് പറയുന്ന വാരിയബിളിലോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ടേബിൾ ക്രിയേറ്റ് ചെയ്ത ശേഷം ആ ഒരു കൊറിയർ എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇൻസേർട്ട് ചെയ്യാനാണെങ്കിൽ ഇതേപോലെ തന്നെ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിനുശേഷം $SQL എന്ന് പറയുന്ന വാരിയബിൾ ഇൻസേർട്ട് ഇൻടു ടേബിൾ നെയിം, വാല്യൂസ്, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വാല്യൂ കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, $select query is equal to MySQL query of $SQL എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇനി അപ്ഡേറ്റ് ചെയ്യാനാണെങ്കിൽ, അപ്ഡേറ്റ് ചെയ്യാനുള്ള ക്വറി നമുക്കറിയാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, MySQLന്റെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. $SQL എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ടേബിൾ നെയിം, സെറ്റ് കോളം ഇസ് ഈക്വൽ ടു വാല്യൂ, എന്റെ ക്വറി. ഇത്രയും കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ ആണോ അവന്തിക, ജവാദ, അവന്തിക ഓക്കെ ആണോ? യെസ് മിസ്. മിസ് കണക്ടിങ് PHP ടു MySQL ഒന്നുകൂടെ പറഞ്ഞുതരുമോ? കണക്ടിങ് PHP ടു MySQL എന്ന് പറഞ്ഞാല് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, MySQL ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, MySQL ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെയാണ് MySQL ഓപ്പൺ ചെയ്യുക, എങ്ങനെയാണ് MySQL ഓപ്പൺ ചെയ്യുക, MySQL query എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ആര് ഓപ്പൺ ചെയ്യുന്നു, MySQL ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ അവന്തിക ഓക്കെ അല്ലേ? യെസ് മിസ്, ഓക്കെ ആണ്. അതിനുശേഷം എനിക്ക് അവിടെ എന്ത് ക്വറിയാണ് എഴുതേണ്ടതെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും. ഒന്നിക്കൽ ഇൻസേർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ എന്ത് ക്വറിയാണ് എഴുതേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, $SQL ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആ ക്വറി എഴുതുന്നു. ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം, ഇപ്പൊ സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റ്, ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വേണ്ടത്, മാർക്ക്, ഇന്റ്, സൈസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാണ്. ഓക്കെ അല്ലേ? യെസ് മിസ്. ഇനി ഈ ക്വറിയിൽ എനിക്ക് എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്, എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് $select query is equal to, എങ്ങോട്ടാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഈ ഓപ്പൺ ചെയ്ത ഫംഗ്ഷനിലോട്ട്, MySQL ക്വറിയിലോട്ട് ആരാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്,
ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വാരിയബിളിലുള്ള കൊറീന് $SQL വാരിയബിളിലുള്ള കൊറീന്. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ചെയ്തു? അതിനെ എക്സിക്യൂട്ട് ചെയ്തു. ഇനി അപ്ഡേറ്റ് ചെയ്യാനാ പറഞ്ഞെങ്കിൽ എന്തേ മാറ്റം വരുള്ളൂ? ഈ ഒരു കൊറി മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. എന്താ ഉണ്ടാവുക? അപ്ഡേറ്റ് ടേബിൾ നെയിം സെറ്റ് കോളം നെയിം ഇസ് ഈക്വൽ ടു എന്താണോ അത് വേർ കണ്ടീഷൻ. ഇനി ആൾട്ടർ ആണ് പറഞ്ഞെങ്കിൽ ഇവിടെ എന്ത് വരും? ആൾട്ടർ ടേബിൾ നെയിം ആഡ് കോളം നെയിം. ഓക്കെ, ഇനി ഡിലീറ്റ് ആണ് പറഞ്ഞെങ്കിൽ ഡ്രോപ്പ് ടേബിൾ നെയിം ഡ്രോപ്പ് ടേബിൾ നെയിം ഡിലീറ്റ് ഡ്രോപ്പ് ടേബിൾ നെയിം ഡിലീറ്റ് കോളം നെയിം. ഓക്കെ, ഇനി ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാനും കൂടിയുണ്ട്. ലാസ്റ്റ് നമ്മളുടെ ഈ കൊറീനെ എക്സിക്യൂട്ട് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അതിനെ ക്ലോസ് ചെയ്യുന്നു. എക്സിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ലാസ്റ്റ് എവിടെ കൊടുക്കുന്നു? അല്ലെങ്കിൽ ഇതാ MySQL ക്ലോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ ലാസ്റ്റ് MySQL ക്ലോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് ക്ലോസും ചെയ്യുന്നു. മനസ്സിലായോ? യെസ് മിസ്, മനസ്സിലായി. ഓക്കെ, ജവാദ ഇല്ലടാ? ഇല്ല മിസ്, അവളില്ല ഇതില്. ഇല്ല. ഓക്കെ. അപ്പൊ ഓക്കെ, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കെ അല്ലേ? ഓക്കെ ആണ് മിസ്. ഓക്കെ, അപ്പൊ എന്നാ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മിസ്.